വർഷമായി നമ്മുടെ കേരളത്തിന്റെ പലയിടത്തും ഉണ്ടായ പ്രശ്നങ്ങളുണ്ട്, തീരെ ശോഷണമുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ റീബിൽഡ് കേരളക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകി. ആ റീബിൽഡ് കേരളയിൽ നമ്മുടെ കേരളത്തിലെ തീരദേശത്ത് 2 പദ്ധതിക്കാണ് അനുവാദം നൽകിയത്. അതിലൊന്ന് നമ്മുടെ ഈ ചൂട്ടാട്, ഈ പറയുന്ന മണൽത്തിട്ട പ്രതിഭാസം ഇല്ലാതാക്കാൻ അനായാസേന നമ്മുടെ പുറംകടലിൽ നിന്ന് വരുന്ന മത്സ്യബന്ധന യാനങ്ങൾക്ക്, ബോട്ടുകൾക്ക്, തോണികൾക്ക് നമ്മുടെ ഈ മഞ്ചയിലേക്ക് പാലക്കോട് നമ്മുടെ MP ഇവിടെ വന്നു. 2020 ഡിസംബറിൽ 2 പുലിമുട്ടിനാണ് മത്സ്യബന്ധന മേഖലയിൽ അനുവാദം കൊടുത്തത്. അതിലൊന്ന് പുലിയങ്ങാടി ചൂട്ടാടാണ്. അതിന്റെ പണി ഇന്ന് നടക്കുന്നുണ്ട്. അധികം വൈകാതെ പൂർത്തീകരിക്കും. ഇനി നമ്മുടെ പുലിയങ്ങാടിയിലെ സഹോദരങ്ങൾക്ക്, ഇവിടുത്തെ മത്സ്യ ഉടമകൾക്ക് ആ പുലിമുട്ട യാഥാർത്ഥ്യമായ പിന്നെ മണൽത്തിട്ട ഉണ്ടാകില്ല. അത് ഉറപ്പാണ്. അതിന് പരിഹാരമാണ്. കലക്കോടി നിർദ്ദേശിച്ച കാര്യമാണ്. കലക്കോടി പറഞ്ഞ കാര്യം അതേപടി ബഹുമാനപ്പെട്ട മന്ത്രി മത്സ്യക്കുട്ടിയമ്മ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 22 കോടി അനുവദിച്ചത്. ഇനി ബഹുമാനപ്പെട്ട കാസർഗോഡ് MP ഇതേ സമയത്ത് അനുവദിച്ച ശരിയ കടപ്പുറത്തെ പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിൽ ഇന്നേവരെ വരെ ഒരു കല്ലിട്ടിട്ടില്ല. ഇന്നേവരെ വരെ ഒരു കല്ലിട്ടിട്ടില്ല. ഇവിടെ പണി തുടങ്ങിയതിനു ശേഷമാണ് കല്ല് കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് പണി മുടങ്ങിയത്. അവിടെയോ കല്ലേറ്റിട്ടില്ല. പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചിട്ടില്ല. കോൺട്രാക്ടർ പിന്മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ട MP കാസർഗോഡ് 16 കിലോമീറ്റർ അപ്പുറത്തുള്ള ഷിറയിൽ പോയി ആ പണി തുടങ്ങാത്തതിനെ സംബന്ധിച്ച് ആദ്യം ജനങ്ങളോട് പറഞ്ഞിട്ട് വേണം പഴയങ്ങാടിയിലേക്ക്, പുതിയങ്ങാടിയിലേക്ക് വരാൻ. നിങ്ങൾ മറുപടി പറയാം. എന്താ പറയുന്നത്? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങളെ നേതാവല്ലേ അഷ്റഫ്, ശ്രീ അഷ്റഫ്, മഞ്ചേശ്വരത്തെ MLA, മത്സ്യബന്ധന കേന്ദ്രമല്ലേ ഷിറിയ. ആ ഷിറിയയിൽ 5 വർഷമായിട്ട് പണി തുടങ്ങിയിട്ടില്ല. ഇവിടെ പണി തുടങ്ങി. അതുകൊണ്ട് പണി തുടങ്ങിപ്പോയതിന്റെ പേരിൽ MLA പ്രതിക്കൂട്ടിലാക്കാൻ ഏത് പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിച്ചാലും ഇവിടുത്തെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതിനറിയിക്കുന്ന അവസ്ഥയോടെ തള്ളിക്കളയുവാനായിട്ട് ഞങ്ങൾക്ക് ഒരു സംശയമില്ല. കാരണം മനസ്സാക്ഷിയുള്ളവരാണ് ഇവിടുത്തെ ആളുകൾ. അവരേത് പാർട്ടിയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഞങ്ങൾക്ക് ഒരു പാർട്ടിക്കാരോടും ഒരു വിരോധമില്ല. വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടവർ, മുസ്ലിംകാർ ഉൾപ്പെടെയുള്ളവർ നൽകിയ നിശ്ചയമായ നിർലോഭമായ അകമഴിഞ്ഞ പിന്തുണയെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഒരു സംശയവും ഞങ്ങൾക്കില്ല. പക്ഷേ ഇതെല്ലാം ഇവിടെ പൂർത്തിയായാൽ ഇതിന്റെ ക്രെഡിറ്റ് MLA കിട്ടും, ഇതിന്റെ ക്രെഡിറ്റ് CPM-ന് കിട്ടും, ഇതിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടും, ഇതിന്റെ ക്രെഡിറ്റ് ഗവൺമെന്റിന് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോ ഇതെല്ലാം നടക്കുമെന്ന് ഉറപ്പായപ്പോ തടസ്സപ്പെട്ട പണി MLA-യുടെ കഠിനാധ്വാനം കൊണ്ട്, ഭഗീരഥ പ്രയത്നം കൊണ്ട് വീണ്ടും ആരംഭിച്ചപ്പോ ഈ നാടകം എന്തിനു വേണ്ടിയായിരുന്നു? പ്രവൃത്തി മുടങ്ങിയ സമയത്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രവൃത്തി തുടങ്ങിയതിനു ശേഷം എന്തിനായിരുന്നു ഈ നാടകം? നിങ്ങൾ വിശദീകരിക്കാൻ. നാടകം എന്തിനാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? പിന്നെ കഴിഞ്ഞ ദിവസം ഒരു യോഗം ഉണ്ടായി. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുകയാണ്, ന്യൂനപക്ഷ കേന്ദ്രത്തിലുള്ള പ്രശസ്തമായ ഒരു വിദ്യാലയത്തെ തകർക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ഏത് വിദ്യാലയമാണ്? എന്റെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ പരസ്യമായ ഒരു സംവാദത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെല്ലുവിളിക്കുന്നു. നാടായി പ്രശ്നത്തായി നിങ്ങൾ പറയുന്ന സമയത്തിന് അരമണിക്കൂർ നേരത്തെ ഞങ്ങൾ എത്തിച്ചേരും. പ്രശ്നത്തെയാണ് പരസ്യമായ സംവാദത്തിന്. ഇവിടെ നികേഷ് താവുണ്ട്, മാധ്യമപ്രവർത്തകൻ. നമ്മുടെ ഇവിടുത്തെ റിപ്പോർട്ടുകളെല്ലാം നമുക്കറിയാം. നമ്മുടെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് എത്തിക്കുന്ന നികേഷ് താവുണ്ട്. എന്റെ പ്രസംഗം കേൾക്കുന്ന മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ബഹുമാന്യരായ ഭാരവാഹികളുണ്ട്, പ്രവർത്തകരുണ്ട്. മാടായി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാണോ? ഞങ്ങളുടെ MLA തയ്യാറാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാണോ? അല്ല, ബന്ധപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ എപ്പോ വേണമെങ്കിലും തയ്യാറാണ്. ഞങ്ങൾക്ക് ഏത് സമയത്തും ഇത് സംബന്ധിച്ച് പറയാൻ കഴിയും. പിന്നെ ന്യൂനപക്ഷ മേഖലയിലെ അതിപ്രശസ്തമായ വിദ്യാലയം പുലിയങ്ങാടി ജമാഅത്ത് സ്കൂളില് +2 ഉണ്ട്. ഇപ്പോഴും +2 ഇല്ലാത്ത ഹൈസ്കൂള് കേരളത്തിലുണ്ട്. പുലിയങ്ങാടി
പുതിയങ്ങാടി സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ മാനേജറായ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കലും നീതികേട് നന്ദികേട് കാണിക്കാൻ പാടില്ലായിരുന്നു. ബൈബിളിൽ ഒരു വാചകമുണ്ട്, നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ട, നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിന്റെ ഓരോ സർട്ടിഫിക്കറ്റും മാറായങ്ങൾക്ക് വേണ്ട എല്ലാ പാർട്ടിയും വേണ്ട സാധാരണക്കാരായ ജനങ്ങളുടെ സർട്ടിഫിക്കറ്റാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. അല്ലാതെ ഈ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. പുതിയങ്ങാടി ജമാഅത്ത് സ്കൂളിൽ ഇന്ന് +2 ഉണ്ട്. എങ്ങനെയാ +2 വന്നത്? ആരുടെ കാലത്ത് +2 വന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പോസ്റ്റിന് ടീച്ചർമാരെ ചേർക്കുന്നു. എത്ര കാശ് എഴുതി വായിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ പണം സ്കൂളിന്റെ വികസനത്തിനാണോ പോകുന്നത്, പോക്കറ്റിലേക്കാണോ പോകുന്നത്, റിയൽ എസ്റ്റേറ്റിലേക്കാണോ പോകുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് +2 തന്നത് UDF സർക്കാരല്ല, സഖാവ് VS അച്യുതാനന്ദന്റെ സർക്കാരാണ്. അതിനുവേണ്ടി ഇടപെട്ടത് ശിവദി ടീച്ചറാണ്. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കൊടുത്തത് ഞങ്ങളാണ്. ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മുടെ ഈ മേഖലയിൽ എത്ര സ്കൂളിന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 ഇല്ലാത്ത സ്കൂളുണ്ട്? മുസ്ലിം ലീഗിന്റെ മാനേജ്മെന്റ് ആണ് എന്ന് കരുതി അപേക്ഷ വന്നപ്പോ ആ അപേക്ഷ എടുത്ത് എന്താ ചെയ്തത്? ദേശത്തോട്ടേക്ക് എറിയില്ല. ആ അപേക്ഷ എടുത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി ഈ മണ്ഡലത്തെ പ്രതികരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതയായ നേതാവ്, വികസനത്തിൽ രാഷ്ട്രീയം നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഒരുപോലെ കണ്ട ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട ശിവദി ടീച്ചർ VS അച്യുതാനന്ദന്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, മാടായി പഞ്ചായത്തിൽ പുതിയങ്ങാടി അതൊരു ദ്വീപാണ്. അവിടെ മത്സ്യത്തൊഴിലാളികളുണ്ട്, ന്യൂനപക്ഷങ്ങളുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് എന്റെ മണ്ഡലത്തിൽ, എന്റെ പയ്യന്നൂർ മണ്ഡലത്തിൽ ആദ്യം +2 കൊടുക്കേണ്ട സ്കൂൾ അത് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ് എന്ന് പറഞ്ഞ് ആ ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിച്ചു കൊടുത്ത +2 ബാച്ച് അനുവദിച്ചു കൊടുത്ത ഒരു മുന്നണിയെ, ഒരു ഗവൺമെന്റിനെ, ഒരു പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ നാടിൽ എന്ത് സംഭവിക്കും എന്ന് എന്റെ മര്യാദയും മാതൃകയും കൊണ്ട് ഞാൻ പറയുന്നില്ല. ബാക്കി നിങ്ങൾ ഫിൽ ചെയ്യുക അല്ലേ? പിന്നെ അവിടെ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നേരത്തെ റോഡ് എന്തായി മാസമൊക്കെ എങ്ങനെയായിരുന്നു? ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു അല്ലേ? ആ റോഡിലൂടെ ഇപ്പൊ സഞ്ചരിക്കുമ്പോ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലൂടെ റോഡ് മുറ്റത്തുനിന്ന് പുതിയങ്ങാടി GMUP സ്കൂളിനെ ബന്ധിപ്പിക്കുന്ന റോഡ് മെക്കാട് റോഡാണ്. ആ റോഡിന് 2 കോടി രൂപ അനുവദിച്ച് പാർ ചെയ്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം നേതാവ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്തല്ല, സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്താണ് വൃത്തിയുള്ള റോഡ് ഉണ്ടാക്കി തന്നത്. നിശ്ചയിക്കാൻ കഴിയോ? ഞങ്ങൾക്ക് അവിടെ കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞങ്ങൾക്കറിയാം വോട്ടിന് വേണ്ടിയിട്ടാണ് വികസനമെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. മാടായി പഞ്ചായത്ത് കിട്ടുന്ന വോട്ടിനെ കുറിച്ച് ഞങ്ങൾ കണക്കുണ്ടല്ലോ. ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ കഴിഞ്ഞ 9.25 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തത് മാടായി പഞ്ചായത്തിനാണ്. വോട്ട് നോക്കിയിട്ടല്ല, ജനങ്ങളുടെ ആവശ്യം നോക്കിയിട്ടാണ്. ജനങ്ങളുടെ ആവശ്യം നോക്കിയിട്ടാണ്. ചൂട്ടാട് പലരുണ്ടല്ലോ, ഈ പെരിപിരി വരുന്ന പലരും. അദ്ദേഹത്തോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ആ 28 കോടി പുഴമുട്ട് പോട്ടെ സ്വന്തം വീട്ടിലേക്ക് ഈ പുതിയങ്ങാടി ജംഗ്ഷനിൽ നിന്ന് ഏരിപ്പുറം ചൂട്ടാട് റോഡ്, ആ റോഡിന് 1,20,00,000 രൂപ തന്ന് യഥാർത്ഥത്തിൽ ആടി ഉയർന്ന് സഞ്ചരിക്കുമായിരുന്ന ആ റോഡ് ഗതാഗത യോഗ്യമാക്കി തന്നതിന്റെ നന്ദിയെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഈ MLA കുറിച്ച് ഒരു മോശം വാക്ക് പറയാൻ
പിണറായി സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ കെഞ്ചി പറഞ്ഞില്ലേ നിങ്ങളോട്, ഇവിടുത്തെ പഞ്ചായത്തിനോട്, മുസ്ലിം നേതൃത്വത്തോട് 2.5 കോടി അനുവദിച്ചു. 1,25,00,000 രൂപ അനുവദിച്ചു. 1.5 കോടി ലാപ്സായി. ആരാ ഉത്തരവാദി? പുളിയങ്ങാടി GUP സ്കൂളിന്റെ 1.5 കോടി രൂപ സർക്കാർ ഫണ്ട് ലാപ്സായത് ആദ്യം പുളിയങ്ങാടിയിലെ ഏഴിപ്പത്തെ മറ്റാമത്തെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറുണ്ടോ? നിങ്ങളോട് പ്രതി ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രതി ഞങ്ങളാണ്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ നട്ടലുണ്ടോ, ആവശ്യമുണ്ടോ, വ്യക്തിത്വമുണ്ടോ, ചങ്കൂറ്റമുണ്ടോ ഞങ്ങൾ ചോദിക്കുന്നു. ഇല്ലേ, എത്ര കെഞ്ചി പറഞ്ഞു അവിടെ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി അനുവദിക്കാൻ വാ, ഞങ്ങൾ ഒന്നിച്ചു വരാം. എന്നിട്ടോ ഞങ്ങളൊന്ന് MLA ആയിരുന്നപ്പോ ഫണ്ട് അനുവദിച്ചു, കെട്ടിടം വന്നു. എന്നിട്ടോ ബാക്കി സ്ഥലം അനുവദിക്കുന്നതിന് വേണ്ടി PTA പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അവരൊന്നും ഞങ്ങൾക്കൊപ്പം. ഞങ്ങൾ പറഞ്ഞില്ലേ, താല്പര്യം കാണിച്ചോ? ഞാൻ ഇവിടത്തെ മുറിചൂട മന്നനാണ്, മാറായി എന്ന രാജ്യത്തിലെ ഏക ചക്രവർത്തിയാണ് എന്ന് അവകാശപ്പെടുന്ന ഈ പ്രസിഡന്റ് എവിടെയായിരുന്നു? പാവപ്പെട്ട കുട്ടികൾ മക്കൾ അവിടെയല്ല പഠിക്കുന്നത്. ഈ പറയുന്ന പുതിയങ്ങാടിയിലെ 1 മുതൽ 7 വരെ ഈ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമല്ലേ GUP ഗവൺമെന്റ് സ്കൂൾ. ആ സ്കൂളിന് വേണ്ടി സ്ഥലം ഫണ്ട് അനുവദിച്ചപ്പോ സ്ഥലത്തിന് വേണ്ടി MLA ആയി ഞാൻ, എനിക്കിവിടെ സ്വാധീനമില്ല. ശരിയാണ്, ചെറുതാർത്താണെങ്കിൽ പ്രശ്നമില്ല, ഏവർക്കാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടുത്തെ പ്രസിഡന്റ്, ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി, അവരൊന്നും ഞങ്ങളെ പിന്തുണക്കാതെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഈ പുതിയങ്ങാടിയിലെ ജനങ്ങളോട് ആരാണ് പാപ്പറങ്ങിക്കാത്ത ഈ ക്രൂരത കാണിച്ചത്? ഇപ്പോഴും വാടക കെട്ടിടത്തിൽ, പഴയ കെട്ടിടത്തിൽ നല്ല 1-ാം തരം ബിൽഡിംഗ് ഏതാണ്ട് 1.25 കോടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു 5-8 ക്ലാസ് റൂമുകൾ കൂടി അവിടെ നിർമ്മിക്കാമായിരുന്നു. പിന്നെ ന്യൂനപക്ഷ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ MP 6 വർഷമായില്ലേ ഈ മണ്ഡലത്തില്? മാടായി പഞ്ചായത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഈ MP ആകെ ഇപ്പോ ഞാൻ വരുമ്പോൾ ഒരു ബോർഡ് കണ്ടു, ഏതോ ഒരു ബസ്സിന് ഏതോ സ്കൂളിൽ ബസ് അനുവദിക്കാൻ പോവുകയാണ് പോലും. മാടായി പഞ്ചായത്തിൽ ഈ 6 വർഷം കൊണ്ട്, കാരണം കാസർഗോഡ് MPക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉണ്ടാകേണ്ടത്, തീരാത്ത കടപ്പാടുണ്ടാകേണ്ടത്, അദ്ദേഹത്തിന്റെ ഭാഷ കടമെടുത്താൽ, ശൈലി കടമെടുത്താൽ മാടായി പഞ്ചായത്തിനോടല്ലേ? എന്താ ചെയ്തത്? ആകെ ചെയ്ത കാര്യം ഹൈമാസ് ലൈറ്റ്. ആ ഹൈമാസ് ലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാ? നാട്ടുകാർക്ക് ലൈറ്റ് ഉണ്ടാകണമെന്ന അദമ്യമായ ആഗ്രഹമല്ല, മറിച്ച് ഫോട്ടോ വെക്കണം എന്ന അദമ്യമായ ആഗ്രഹം. ലോകത്ത് എവിടെയെങ്കിലും ഇല്ല MP ഫണ്ട് ഉപയോഗിച്ച് 5 വർഷത്തെ MP ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ് ലൈറ്റിൽ ഫോട്ടോ മാത്രം വെച്ച് 5 വർഷം തീർത്ത ഒരു MPയുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞങ്ങൾ ഒരുപാട് ഹൈമാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തു, ഇപ്പൊ വിജിൻ കൊടുത്തു. എവിടെയെങ്കിലും ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഇല്ലല്ലോ. മാത്രമല്ല, ഞങ്ങൾ ലൈറ്റ് കൊടുത്ത ചിലയിടത്തൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്ന ചില ആളുകൾ ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു വിരോധവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് ബോർഡെ മാറ്റാൻ പറ്റൂ. ജനങ്ങൾ മനസ്സിൽ പറഞ്ഞ കാര്യം മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. അതോട് ഞങ്ങളുടെ വിശ്വാസം കേട്ടാ. എന്നിട്ട് ഇവിടെ 5 പോലെ MP എന്ത് ചെയ്തു? ഹൈമാസ് ലൈറ്റ് ഫോട്ടോ വെക്കാൻ. എന്താ കിട്ടിയത്? എന്താ കിട്ടിയ? വളച്ചാൽ കിട്ടിയ, മുട്ടത്ത് കിട്ടിയ, ഏരിപ്പത്ത് കിട്ടിയ, എവിടെയും കിട്ടിയ? എവിടെയെങ്കിലും ഈ മാടായി പഞ്ചായത്തിൽ MPയുടെ എത്ര പൈസ ചെലവാക്കി? MP പുതിയങ്ങാടിയിൽ കാലുകുത്തുന്നതിന് മുമ്പ് പത്രക്കാരെ വിളിച്ച് മാടായി പഞ്ചായത്തിൽ 6 വർഷം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ ഒരു പത്രിക, ഒരു വിശദാംശങ്ങൾ എഴുതി കൊടുത്തിട്ട് വരുമായിരുന്നു മിസ്റ്റർ രാജ്മോഹൻ MP. MPക്ക് ബോർഡ് വെക്കണമെന്ന് നമ്മുടെ മുസ്ലിംകാർക്കെല്ലാം ആഗ്രഹമുണ്ട്. എന്ത് ബോർഡ് വെക്കാൻ പറ്റിയ? വികസനത്തിന്റെ ബോർഡ് വെക്കാൻ പറ്റുമോ? ഏതെങ്കിലും സ്കൂളിന് കെട്ടിടമുണ്ടോ? ഇല്ല. കിച്ചൺ ഉണ്ടോ? ഇല്ല. ഒരു ഗ്രൗണ്ട് ഉണ്ടായി കൊടുത്തോ? TV രാജേഷ് MLAയുടെ ഗ്രൗണ്ട് അല്ലേ പുതിയങ്ങാടിയിൽ? ജനാബ്, നിങ്ങൾക്കറിയാം CHന്റെ പേര്, സോറി, സാഹിബ്, നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന സാഹിബിന് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയ TV രാജേഷിന്റെ വികസന ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി വന്നില്ലേ? നിങ്ങളുടെ പൊന്നാപുരം കോട്ട എന്നൊക്കെയാണ് നിങ്ങൾ കരുതുന്നത്. പൊന്നാപുരം കോട്ടയ്ക്ക് ഇറങ്ങി തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് വളരെ കണ്ട നമുക്കറിയാം. എന്നാലും നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി നിങ്ങളുടെ പൊന്നാപുരം കോട്ടയായ പുതിയങ്ങാടിയിലെ ഗ്രൗണ്ട് അത് TV രാജേഷ് MLAയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. നിഷേധിക്കാൻ കഴിയോ? ഇനി
രൂപ രാജഭവൻ ഉണ്ണിത്താൻ MP തന്നോ? എന്നിട്ട് അദ്ദേഹത്തിന് വലിയൊരു ബോർഡ് വെക്കണം ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ മുസ്ലിംകാർക്ക്? ഞാൻ ചോദിക്കട്ടെ, 6 വർഷത്തിനുള്ളിൽ MP-യുടെ എന്തെങ്കിലും ഒരു വികസനത്തിന്റെ പേര് പറഞ്ഞ് മാടായി പഞ്ചായത്തിൽ ഇപ്പോ 22 വാർഡ് ഇല്ലേ? 22 വാർഡല്ലേ? 22 വാർഡല്ലേ? അതായത് 22 വാർഡിൽ എവിടെയെങ്കിലും നേരത്തെ 20 വാർഡ് രാജഭവൻ ഉണ്ണിത്താൻ മാടായി പഞ്ചായത്ത് തന്ന ഏതെങ്കിലും ഒരു ഫണ്ടിനെ കുറിച്ച് എവിടെയെങ്കിലും ഒരു ബോർഡ് ആകെ വെച്ചിരിക്കുന്ന ഇപ്പോ നമ്മുടെ ചൂട്ടാട് വെസ്റ്റ് LP സ്കൂളിൽ ഒരു പേരാണ്. അതിനപ്പുറം ഒരു ബോർഡ് കാണിച്ചു തന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിത്താനും പറയുന്ന പണി 1/2 മണിക്കൂർ നേരത്തെ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പരസ്യമായി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. എന്താണ് നിങ്ങളുടെ നേട്ടം? എന്താണ് ഇവിടെ മാടായി ITI എന്തിനാണ് ശ്രീമതി ടീച്ചർ ITI നടന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള പഞ്ചായത്ത് മാടായി പഞ്ചായത്ത്. പഴയതുപോലെ പ്രവാസികൾക്ക് പോയിട്ട് അൺസ്കിൽഡ് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്കിൽഡ് ജോലി എനിക്ക് കിട്ടും. അപ്പൊ അതിനൊക്കെ വേണം ITI വേണം. ആ ITIക്ക് വേണ്ടി ടീച്ചർ മുൻകൈയെടുത്തു. നമ്മുടെ മാടായി പഞ്ചായത്തിൽ സ്ഥലം കിട്ടി, ITI വന്നു. ആരാ കൊണ്ടുവന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മാടായി പഞ്ചായത്തിൽ ITI. ഞാൻ മറ്റ് വിശദാംശങ്ങളേക്കാൾ കടന്നുപോകുന്നില്ല. മാടായി പഞ്ചായത്തിൽ ചൂട്ടാട് കുടിവെള്ളം ആരോടാ കടപ്പെട്ടിരിക്കുന്നത്? ശ്രീമതി ടീച്ചറോട്. പിന്നീട് മാടായി പാറി 4 ലക്ഷം ലിറ്ററിന്റെ ഓവർഹെഡ് ടാങ്ക്, അത് പിണറായി സർക്കാർ വന്നപ്പോ പിണറായിയാണ് ഉദ്ഘാടനം ചെയ്ത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സരാവ് പിണറായി വിജയൻ. അങ്ങനെയാണ് മാടായി പഞ്ചായത്തിൽ കുടിവെള്ളം വന്നത്. സ്കൂള്, വിദ്യാലയം, റോഡ്, അതുപോലെ പുലിമുട്ട്, മത്സ്യബന്ധന കേന്ദ്രം, OBH, ആശുപത്രി. ഞാൻ ചോദിക്കട്ടെ, റെയിൽവേ സ്റ്റേഷൻ വികസനം നിങ്ങൾക്ക് എന്തിപ്പോ അണ്ടർപാസിന്റെ കാര്യം അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അണ്ടർപാസിന്റെ 2017 ആബിദ ടീച്ചർ പ്രസിഡന്റ്, ഞാൻ MLA. ഞങ്ങൾ തീരുമാനിച്ചു പഴയങ്ങാടിയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണും. യോഗം വിളിച്ചു. എല്ലാ പാർട്ടിക്കാരും വന്നു. സുരേഷ് അവിടെ ഇരിക്കുന്നുണ്ട്, MCP-യുടെ നേതാവ്. നാട്ടുകാരും വന്നു. നമ്മുടെ മാടായി പഞ്ചായത്തിൽ ഗംഭീരമായ യോഗം. പോലീസുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, MLA സ്ഥാനത്ത് യോഗം. എന്താ തീരുമാനിച്ചത്? പഴയങ്ങാടി മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡ് വീതി കൂട്ടണം. അതിന് കമ്മിറ്റി, അത് ഫ്രീ സറണ്ടർ സൗജന്യമായിട്ട് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, ആബിദ ടീച്ചർ, ബദറുദ്ദീൻ, വിനോദ് എല്ലാവരും ഉണ്ട് ഇല്ലേ? CPM ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, NCP ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ചേർന്ന് വ്യക്തികളെ കാണാൻ തീരുമാനിച്ചു ഇല്ലേ? പിന്നെ ഇപ്പുറത്തു നിന്നുള്ള വാഹനങ്ങൾ അണ്ടർപാസ് വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ അവിടെ കുരുക്കുണ്ടാവും. അത് പരിഹരിക്കാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗം, ഇപ്പുറത്തെ ഭാഗം, അവിടെ എന്ത് ചെയ്യണം? അവിടെ നല്ല ഒരു പാർക്കിംഗ് സെന്റർ, അവിടത്തേക്കുള്ള റോഡ് വെക്കാതെ ടാറിയണം. അത് MLA ഫണ്ടിൽ നിന്ന് ആദ്യഘട്ടം. അപ്പുറത്തും ഇപ്പുറത്തും പാർക്കിംഗ്. പിന്നെയോ അണ്ടർപാസ്, രണ്ടാമത് ഒരു അണ്ടർപാസ് ഉണ്ടാക്കും. അതിന് അഫ്രാം മില്ല്, തൊട്ടപ്പുറത്ത് അഫ്രാം മില്ല്. ആ അഫ്രാം മില്ലുകാരുടെ മില്ല് ജനകീയ കമ്മിറ്റി ഏറ്റെടുക്കും. അതിന് ആദ്യം അവരോട് സംസാരിക്കണം. ഞങ്ങൾ പോയി അഫ്രാം മില്ലിന്റെ ഉടമയോട് നിങ്ങൾ ചോദിക്കണം. ഞങ്ങൾ പോയി 2017 അഫ്രാം മില്ലിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു. അവര് വില പറഞ്ഞു 30 ലക്ഷത്തിൽ പരം രൂപ, 30ഓ 35ഓ എന്നാണ് എന്റെ ഓർമ്മ. അതിശയ യോഗം ചേർന്നു. എന്ന് നമ്മൾ തീരുമാനിച്ചു, ഈ ഭൂമി നമ്മൾ ജനകീയമായി ഫണ്ട് സമാഹരിച്ച് ഏറ്റെടുക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അണ്ടർപാസിന് വേണ്ടി വരുന്ന ഫണ്ട് അത് 2 കോടി MLA ഫണ്ട്, പിന്നെ P. കരുണാകരൻ MP-യുടെ ഫണ്ട്, ബാക്കിയോ ഗവൺമെന്റിന് അനുവദിക്കും. അന്ന് ഒരു 4.5 കോടിക്കുള്ളിൽ ഈ പറയുന്ന അണ്ടർപാസ് നിർമ്മിക്കാം. ധാരണയായി. ധാരണ അടിസ്ഥാനത്തിൽ എത്രയോ ദിവസം സംസാരിച്ചിട്ടാണ് ഞങ്ങളുണ്ട്, നമ്മുടെ ഇവിടെ നേതാക്കന്മാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ആബിദ ടീച്ചറുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? പഴയങ്ങാടി മുതൽ റെയിൽവേ അണ്ടർപാസ് വരെയുള്ള റോഡിന്റെ പരമാവധി വീതി കൂട്ടി, നിങ്ങൾക്കറിയാം. എന്നിട്ട് റോഡ് ടാർ ചെയ്തു. അവിടുന്ന് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്കുള്ള റോഡ് ഏതാണ്ട് 400 മീറ്റർ വെക്കാടൻ ടാറിംഗ് നടത്തി 50 ലക്ഷം. അവിടെ നല്ലൊരു പാർക്കിംഗ് സെന്റർ
അവിടെയും അപ്പുറത്തും. അപ്പോഴാണ് മുസ്ലിം ലീഗിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിനകത്ത് ഗ്രൂപ്പ് വഴക്ക് രൂക്ഷമാകുന്നു. ആ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി ആബിദ ടീച്ചർക്ക് പാതി വഴിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. പിന്നെ വന്നത് സോറാബിയാണ്, ശ്രീമതി സോറാബി. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ വീതി കൂട്ടി. അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് സെന്ററും ഇപ്പോഴത്തേക്കുള്ള ജനതയിലേക്കുള്ള റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് വരെയുള്ള ഭാഗം മെക്കാരൻ ടാർ ചെയ്യാൻ 1,10,00,000 രൂപ നമ്മുടെ യോഗത്തിലെ വാഗ്ദാനം അനുസരിച്ച് അനുവദിച്ചു. ബാക്കി 2 കോടി വേണമെങ്കിൽ 3 കോടി MLA ഫണ്ട് തരും. അപ്പൊ എന്ത് ചെയ്യണം? അഫ്രാ മില്ലിന്റെ സ്ഥലം ഏറ്റെടുക്കാൻ, ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഏറ്റെടുക്കാൻ MLA ഫണ്ടിൽ നിന്ന് കഴിയില്ല. നിങ്ങൾക്കറിയാലോ MLA ഫണ്ട് നോക്സ്, അത് ഞാൻ മുന്നിൽ നിൽക്കാം, നിങ്ങൾ എന്നെ സഹായിച്ചാൽ മതി. 30 അല്ല, ആവശ്യമായ തുക ഞാൻ ചോദിക്കുന്നു. ആബിദ ടീച്ചർ മാറിയപ്പോ ഈ പദ്ധതി അട്ടിമറിച്ചത് ആരാണ്? അട്ടിമറിച്ചത് ആരാ? പരസ്യമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അക്കൾക്ക് കാര്യങ്ങൾ അറിയാം, ചോദിക്കണം. ബദറുദ്ദീന് കാര്യങ്ങൾ അറിയാം, ആബിദ ടീച്ചർക്ക് കാര്യങ്ങൾ അറിയാം, അന്നത്തെ പഞ്ചായത്ത് മെമ്പർമാർക്ക് കാര്യങ്ങൾ അറിയാം, ഇന്നത്തെ പ്രസിഡന്റിനും എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയാം. എന്തേ നടക്കാതെ പോയത്? അഫ്രാ മില്ലിന്റെ ആളോട് ചോദിക്കണം. MLA വന്നില്ലേ? ആക്ഷൻ കമ്മിറ്റി വന്നില്ലേ? വില പറഞ്ഞില്ലേ? എന്നിട്ട് എന്തേ മടിക്കല്? എത്ര തവണ? രണ്ടാമത് വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് പറഞ്ഞു ഇത് നല്ല അവസരമാണ്, ഫണ്ട് കിട്ടും, സർക്കാരിന് ബുദ്ധിമുട്ടില്ല, നിങ്ങൾ മുന്നിൽ നിന്നാൽ മതി. MLA ഫണ്ട് സഖാവ് പി കരുണാകരൻ ADMLA കൊണ്ടുവന്നു. റെയിൽവേ പാലക്കാട് ഡിവിഷന്റെ ചീഫ് എഞ്ചിനീയർ കൊണ്ടുവന്നു. വയബിലിറ്റി പരിശോധിച്ചു. വയബിലിറ്റി ഇവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചില ആളുകളുണ്ട്, അവരെ കിടക്കളയുടെ പോസ്റ്ററും അവരുടെ ശ്രദ്ധയിലായി കഴിഞ്ഞ് ഞാൻ പറയുകയാണ്, ഇവിടെ പ്രസംഗിച്ചാൽ ഇത് ഓഡിയോ എടുക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനകത്ത് കാഷ്കലഞ്ച് വസ്തുതയില്ലാത്ത കാര്യമില്ല. ഈ പ്രസംഗത്തിൽ ഉത്തരവാദിത്വം CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗം, CPIMന്റെ ഏഴ് പ്രവർത്തകരെ രാജേഷ് പാർട്ടിപരമായി മുന്നണിപരമായി ഏറ്റെടുക്കുകയാണ്, വ്യക്തിപരമായി ഏറ്റെടുക്കാം. ഒരു സംശയം ഞങ്ങൾക്കില്ല. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരുണ്ട്, ഇവിടെ ഇരിക്കുന്ന നാട്ടുകാരുണ്ട്, ഇല്ലേ? അഫ്രാ മില്ലുകാരനോട് വില പറഞ്ഞ് അത് ഏറ്റെടുക്കാൻ ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചപ്പോ അതിന് അരുത് വെച്ചവരാണ് മാടായിലെ അണ്ടോപിച്ചിലെ ഗതാഗത കുരുക്കിന് ഉത്തരവാദികൾ. അവര് ജനങ്ങളോട് മറുപടി പറയണം. രാഷ്ട്രീയം നോക്കിയിരുന്നോ? ഞങ്ങള് രാഷ്ട്രീയം നോക്കിയിരുന്നോ? അങ്ങനെ രാഷ്ട്രീയം നോക്കിയിരുന്നെങ്കിൽ ഇത്രയും പെടാപ്പാട് എന്തിനെ പറയണം? ഇതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. പഴയങ്ങാടിയിലെ ജനങ്ങൾക്ക് അറിയാലോ, കടവുടമകൾക്ക് അറിയാലോ, നാട്ടുകാർക്ക് അറിയാലോ. ഇവരുടെ മുന്നിൽ ഇതെല്ലാം ഇന്നലെ പോലെ അവരുടെ മനസ്സിൽ മാറാതെ കടകളില്ലേ? അതാണ് ഉത്തരവാദി. അവ നിങ്ങള് പിന്മാറി. മാടായി പഞ്ചായത്തിൽ അഫ്രാ മില്ല് ഏറ്റെടുക്കാൻ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോയി. പുതിയ പ്രസിഡന്റ് വന്നു. ആ പ്രസിഡന്റിനെ പിന്തിരിപ്പിച്ചത് ആര്? ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയണം. ആ മറുപടി പറയാതെ നിങ്ങൾ പോയാൽ നിങ്ങൾ നാളെ ജനങ്ങളുടെ കോടതിയിൽ മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും, പറയേണ്ടി വരിക ചെയ്യും എന്ന് ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നട്ടില്ല, ആത്മാർത്ഥതയില്ല മുസ്ലിംകാരുണ്ടെങ്കിൽ അവരാദ്യം ചോദ്യം ചെയ്തത് ഈ പറയുന്ന എല്ലാവരെയല്ല, മുസ്ലിം ലീഗിലെ ഒരു ഭാഗം വരുന്ന വികസനത്തിന് അയവെച്ച അധികാരം തനിക്ക് വേണ്ടി തന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്ന് കരുതുന്നവർക്കെതിരായി നിങ്ങൾ സംസാരിക്കണം. അത് ആത്മാർത്ഥത. ഞങ്ങൾക്ക് ലീഗിനോടോ മുസ്ലിം ലീഗ് നേതൃത്വത്തോടോ ആ നേതൃത്വത്തിലുള്ള നേതാക്കളിൽ പലരോടോ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഈ 2018-19 നടക്കുമായിരുന്നു. ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുമായിരുന്നു. അപ്പോ നമ്മുടെ നേതൃത്വത്തിൽ അത് പരിഹരിക്കാൻ പാടില്ല. ഇതല്ലേ നിങ്ങളുടെ നിലപാട്? അല്ലെങ്കിൽ നമ്മൾ നടക്കേണ്ടതായിരുന്നില്ലേ? ഇപ്പോഴെന്താ അത് കഴിഞ്ഞ് ഇത്രയൊക്കെ ചെയ്തിട്ടും മാടായിലെ ജനങ്ങൾ അവരെന്ത് കുറ്റം ചെയ്തു? പുളിയങ്ങാടിയിലെ ജനങ്ങൾ, മൊട്ടാമ്പലത്തെ ജനങ്ങൾ എന്ത് കുറ്റം ചെയ്തു? ഏരിപ്പുറത്തെ ജനങ്ങൾ എന്ത് കുറ്റം ചെയ്തു? മാടായിലെ ജനങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി പാതി വഴിയിൽ അവസാനിച്ചു പോയ ആ പ്രൊജക്ടിന് വീണ്ടും ജീവൻ വെച്ച് ഈ MLA വിജിൻ രണ്ടാമത് MLA ആയപ്പോഴാണ്. ഇതിനറിയാം
പാരവെക്കും. പാരവെക്കുന്ന കാര്യത്തിൽ മറ്റാരേക്കാൾ മുന്നിലാണ് മുസ്ലിം എന്ന് ഞാൻ പറയില്ല. മുസ്ലിം ലീഗിലെ ചില ആളുകൾ അവർക്ക് ആകെ രാഷ്ട്രീയത്തിൽ അറിയാവുന്ന കാര്യം പാരവെപ്പാണ്. പാരവെപ്പിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ മാറാട് പഞ്ചായത്ത് പ്രസിഡന്റ് അരമണിക്കൂർ നേരത്തെ അത് കെട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, നാണമില്ല, മാനമില്ല, ലജ്ജയില്ല. എന്നിട്ട് മൈക്കിന് മുന്നിൽ വെച്ച് പറയാം. മൈക്ക് തിരിച്ചു ചോദിക്കില്ലല്ലോ അല്ലേ? മൈക്ക് തിരിച്ചു ചോദിക്കില്ല. പക്ഷെ മുസ്ലിം ലീഗ് ജനങ്ങൾ, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അനുഭാവികളുടെ മനസ്സിൽ ഈ ചോദ്യം നേരിയ കൊള്ളുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് MLA വന്നപ്പോ പുതിയ MLA വിജയൻ വന്നപ്പോ എന്ത് ചെയ്തു? ഈ ലീഗിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. കാരണം അണ്ടർപാസിന്റെ കുരുക്ക് ഒരിക്കലും അഴിയാൻ പാടില്ല എന്ന കാര്യത്തിൽ മറ്റാരേക്കാൾ നിർബന്ധം മുസ്ലിം നേതൃത്വമാണ് മനസ്സിലാക്കിയപ്പോ വിജയൻ നമ്മുടെ PWD മിനിസ്റ്ററെ സമീപിച്ചു, മുഹമ്മദ് റിയാസിനെ സമീപിച്ചു. അങ്ങനെയാണ് ഫണ്ട് അനുവദിച്ചത്. ഫണ്ട് അനുവദിച്ചപ്പോ നമുക്കറിയാലോ, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാരെ മുസ്ലിംകാർക്ക് അറിയില്ലേ? ഫണ്ട് അനുവദിച്ചാൽ പിറ്റേ ദിവസം വർക്ക് തുടങ്ങും. നേരത്തെ അഫ്രാമിൽ 30 ലക്ഷം റുപ്യ ഈ ഇവരുടെ പിരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നാടായി ഫെസ്റ്റ് നടത്താൻ താല്പര്യമുണ്ട്. ഫെസ്റ്റ് നടത്തണം, ഒരു സംശയം വേണ്ട, നല്ല കാര്യം. പക്ഷേ നാടായി ഫെസ്റ്റ് നടത്താൻ അറിയുന്നവർക്ക് അഫ്രാമിന്റെ സ്ഥലം ഏറ്റെടുക്കാൻ 30 ലക്ഷം പിരിക്കാൻ MLA ഉറപ്പുവന്നു. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഏതിനാ മുൻഗണന? ഗതാഗത കുരിക്കലല്ലേ വേണ്ടത്? അവ പണം പിരിക്കാൻ അറിയാത്തോണ്ടാണോ? അല്ല, പണം പിരിക്കാൻ അറിയാം. പക്ഷേ ഇതൊന്നും നമ്മുടെ MLA-യുടെ ഇടപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ, കാർമ്മികത്വത്തിൽ, പി കരുണാകരൻ MP-യുടെ നേതൃത്വത്തിൽ നടക്കാൻ പാടില്ല. അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഒരു കാര്യം പറയാം, മാടായി പഞ്ചായത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കല്യാശ്ശേരി മെമ്പർ ഇടതുപക്ഷ MLA ആയിരിക്കും. പക്ഷെ നമ്മുടെ വിജയൻ മുൻകൈ എടുത്തു, PWD മന്ത്രിയെ കണ്ടു, ആദ്യ സ്ഥലം ഏറ്റെടുക്കണം. സ്ഥലം ഏറ്റെടുക്കുന്ന ABCD ഈ പ്രസിഡന്റ് അറിയോ? അറിയാത്തതാണോ? അല്ല, ഇരിക്കട്ടെ എന്ന് കരുതി പറയുമ്പോ ഒന്ന് കൊടുത്തതാണോ പ്രസിഡന്റ്? അതാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട MLA-യോടൊപ്പം ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സ്ഥലം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് നടപടിക്രമമുണ്ട്. ഇവിടുന്ന് വില്ലേജ് ഓഫീസ് തുടങ്ങി ലാൻഡ് റവന്യൂ ട്രിബ്യൂണൽ വരെ പോകണം. അവിടുന്ന് താഴേക്ക് വരണം, എന്നിട്ട് മേലോട്ട് പോകണം. റവന്യൂ സെക്രട്ടറി കാണണം, പിന്നെ വെള്ളപ്പുഴ സെക്രട്ടറി കാണണം, ചീഫ് സെക്രട്ടറി കാണണം, എന്നിട്ട് മുഖ്യമന്ത്രി കാണണം, മുഖ്യമന്ത്രി ഒപ്പിടണം, ക്യാബിനറ്റിലേക്ക് പോകണം. അതൊക്കെ വെള്ളം ചുട്ടെടുക്കുന്ന വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പല ഫയലുകളും വർഷങ്ങളെടുക്കും. പെരിയാറും പോലീസ് സ്റ്റേഷൻ ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് ഏറ്റെടുക്കാൻ 3 വർഷം. ആരോഗ്യത്തിന്റെ സ്ഥലം ആഭ്യന്തര വകുപ്പിനെ കൈമാറാൻ 3 വർഷം. അതിന്റെ പിന്നാലെ 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 നടക്കേണ്ടി വന്ന ആളാണ് ഞാൻ. വിജയന് വിശ്രമില്ല. എന്താ കാരണം? ഈ മാടായിലെ മാട്ടൂലെ ജനങ്ങളുടെ പ്രയാസം ഓർത്തിട്ടാണ്. എന്നിട്ടോ എത്ര യോഗം വിളിച്ചു? അപ്പൊ ചോദിക്കാം, എവിടെ പണിയോ? ഒക്ടോബറിൽ പണിയാണോ? ഇതെന്താ ഓണത്തിന്റെ സമയം നമുക്ക് പറയാൻ പറ്റൂല്ലേ? ഏതാണ്ട് ഓണത്തിന്റെ സമയമുണ്ട് അല്ലെ? 19 ദിവസം അല്ലെ? 19 ഓണം. അതെന്തായാലും 19 ആയിരിക്കും. ഇംഗ്ലീഷ് മാസേ മാറും. 19 മാറുമോ ചന്ദ്രട്ട? അത് മാറില്ല. പാലത്തിന്റെ അക്വിസിഷന്റെ കാര്യത്തിൽ 19 പോലെ ഒരു ഉറപ്പ് ഈ MLA-ക്കല്ല, സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും പറയാൻ പറ്റില്ല. നമ്മൾ ബഹുമാനിക്കുന്ന നേതാവാ, പാർട്ടിയൊക്കെ അപ്പുറത്താണ്, കേരളത്തിലെ തലമുറ നേതാവാണ്. അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കടമ്പകൾ, ആ കടമ്പകളൊക്കെ ഒന്ന് കടന്ന് ഇത് യാഥാർത്ഥ്യമാക്കാൻ ആദ്യ തടസ്സം എന്താ? ഫണ്ടാണ്. ആ ആദ്യ തടസ്സം മാറ്റി MLA ഫണ്ട് കിട്ടി. അക്കാലം പണി അണ്ടർപാസിനെ പണി തുടങ്ങിയത് അങ്ങനെ തുടങ്ങാൻ പറ്റുമോ? അതിന് വിശ്വാസങ്ങൾ പറയാം. അപ്പൊ ലക്ഷ്യം എന്താ? ലക്ഷ്യം ഒന്നേ ഉള്ളൂ. അണ്ടർപാസ് അല്ല പ്രശ്നം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അല്ലാതെ വിജിനോട് വ്യക്തിപരമായ എന്ന വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ രാഷ്ട്രീയമാണ്, സംഘ രാഷ്ട്രീയമാണ്, ഒന്നും നടക്കാൻ പാടില്ല എന്ന തികഞ്ഞ രാഷ്ട്രീയ പൂർത്തിയാണ് ഇവിടെ നയിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിലെ വിവരമുള്ള ആളുകൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. വികസന കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാവുന്നതാണ്. പിന്നെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്നാ പറഞ്ഞെന്നറിയോ? CPM-നെ കുറിച്ച്. CPM പാർട്ടിയാണ് പോലും. എന്റെ പ്രസിഡന്റ് ചരിത്രബോധം ഇല്ലാത്തൊരു കുഴപ്പമില്ല. പക്ഷെ
പക്ഷേ വിഡിത്തം പറയുന്നത് കുഴപ്പമാണ്. അറിയില്ലെങ്കിൽ പറയാൻ പാടില്ല. പക്ഷെ വിഡിത്തം പറയുന്നത് കൊട്ടേഷൻ എടുത്ത നമ്മുടെ മണ്ഡലത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയാൻ ഏതായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഫില്ല് ചെയ്യുക. ഈ മുസ്ലിം ലീഗിനെ വി വിനോദ് പറഞ്ഞു 1959 EMS ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വിമോചന സമരത്തിൽ മുദ്രാവാക്യം എന്താ? പട്ടം മണ്ണം തങ്ങൾ സിന്ദാബാദ് വിമോചന സമരത്തിൽ വിളിച്ചത്. എന്നിട്ട് എന്തായിരുന്നു പൂതി? ഈ ഗവൺമെന്റ് താഴെ പോയ അടുത്ത മന്ത്രിസഭയിലും ആ മന്ത്രിസഭയിൽ CH-ന് ഒരു മന്ത്രിസ്ഥാനം ഇതായിരുന്നില്ലേ പൂതി. പക്ഷെ എന്ത് ചെയ്തു? 60 ഇവിടെ നമ്മൾ തോറ്റു, അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ടോ UDF കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വലതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോ വളരെ നേരത്തെ കുളിച്ച് കുപ്പായിട്ട് ജനാബ് CH അവിടെ എത്തി. അതെന്താ പറഞ്ഞത്? മന്ത്രിസ്ഥാനം തരാൻ പറ്റൂല, തൊപ്പി മാറ്റണം എന്നാ പറഞ്ഞത്. തൊപ്പി മാറ്റിയിട്ടോ എന്നാ പറഞ്ഞത്. എന്നാൽ കേരളത്തിലെ മുസ്ലിം ലീഗിന് ആദ്യമായി മന്ത്രി കസേരയിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന ചരിത്ര യാഥാർത്ഥ്യം നിഷേധിക്കരുത്. ചരിത്രം നോക്കി പതിനെ കുത്തരുത്. 67 CH എങ്ങനെയാ മന്ത്രിയായത്? പ്രസിഡന്റിന് അറിയില്ലെങ്കിൽ ഞാൻ വാട്സപ്പ് ചെയ്തു തരാം. EMS ഗവൺമെന്റിലാണ് മുസ്ലിം ലീഗിന് ആദ്യമായിട്ട് കേരളത്തിൽ മന്ത്രി ഉണ്ടായത്. പിന്നെ പഴയങ്ങാടിയിൽ വെച്ച് പ്രസംഗിച്ചത് പഴയങ്ങാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ വേറൊരു കാര്യം പറഞ്ഞു. പള്ളിയുടെ കാര്യം. CPM ഇടതുപക്ഷം പള്ളി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. എവിടെയാ? 1957. ഞാൻ വല്ലാതെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് MLA പ്രസംഗത്തിലാണ് എന്നെനിക്കറിയാം. നിങ്ങൾക്കപ്പുറത്ത് ഒരു വലിയ ഭാഗം ജനങ്ങൾ ഈ പ്രസംഗം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ MLA-യുടെ ആണ്. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ? 1957 EMS ഗവൺമെന്റ് വന്നു. അതേ ഒരു പള്ളിയുടെ പേര് പറഞ്ഞു വാട്സപ്പിൽ. എന്താ രമേശ പള്ളിയുടെ പേര്? പുലാമന്തോൾ പള്ളി. പെരുന്തൽമണ്ണയിലെ പുലാമന്തോൾ പള്ളി. പള്ളിയെ കുറിച്ച് അറിയോ? നമ്മുടെ കേരളത്തിൽ പാലക്കാട് മുതൽ തലപ്പാടി വരെ പ്രിയപ്പെട്ട പ്രസിഡന്റിന് കാറിൽ സഞ്ചരിക്കാൻ CPIM ഇടതുപക്ഷാധിപത്യം നല്ലൊരു കാർ കൊടുക്കല്ലേ? ഇല്ലേ? നല്ലൊരു കാർ, ഒരു നല്ല അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഒരു ശീതീകരിച്ച ഇന്നോവ കാർ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഭക്ഷണം കൊടുക്കാം. ഏതാണെന്നറിയോ? നിങ്ങൾ കേരള അതിർത്തി, കോയമ്പത്തൂർ കേരള അതിർത്തിയിൽ നിന്ന് ഇപ്പോഴത്തെ കേരള അതിർത്തിയായ തലപ്പാടി വരെ സഞ്ചരിക്കുമ്പോൾ 1957 ശേഷം റോഡിന്റെ ഇരുഭാഗത്തും അമ്പലച്ചുംബികളായ ഒരുപാട് പള്ളികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പള്ളി വരാൻ കാരണക്കാരൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയോ? 1921 ബ്രിട്ടീഷുകാർ കർഷക സമരത്തെ നിർദാക്ഷിണ്യം അടിച്ചമർത്തി നൂറുകണക്കിന് നിരപരാധികളായ മനുഷ്യരെ വെടിവെച്ചും അതുപോലെ മർദ്ദിച്ചും കൊലപ്പെടുത്തി. അവിടെ ഇല്ലേ? അതിനെ ബ്രിട്ടീഷുകാർ മാപ്പിള കലാപം എന്ന് വിളിച്ചു. ആ മാപ്പിള കലാപത്തെ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ മാപ്പിള കലാപം എന്ന് വിളിച്ച ചരിത്രത്തെ നിയമമാക്കിയപ്പോ ആ കലാപത്തെ ശരിയായ വിധത്തിൽ പഠിച്ച കലാപത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ കേരളീയ സമൂഹത്തിൽ മാറ്റിയ ആദ്യത്തെ വ്യക്തി മഹാനായ സഖാവ് EMS ആണ്. EMS 46 ഒരു ലഘുലേഖ എഴുതി. ആ ലഘുലേഖയുടെ പേര് ആഹ്വാനവും താക്കീതും. ആ ലഘുലേഖയിൽ EMS പറഞ്ഞു, മുസ്ലിം ബ്രിട്ടീഷുകാർ മാപ്പിള കലാപം എന്നാക്ഷേപിച്ച ആ കലാപം യഥാർത്ഥത്തിൽ കർഷക കലാപമാണ്. ഇയാൾക്കറിയില്ലേ? ഒരു മുസ്ലിംകാരനും അത് തിരുത്താൻ പോയില്ല, ഒരു കോൺഗ്രസുകാരനും അത് തിരുത്താൻ പോയില്ല. അത് തിരുത്താൻ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം കാണിച്ച ആദ്യത്തെ നേതാവ് സഖാവ് EMS ആണ്. ആ EMS ഗവൺമെന്റ് 57 വന്നപ്പോ പള്ളി പണിയാൻ വിലക്കുണ്ടായിരുന്നു. 21 കലാപത്തെ തുടർന്ന് നമ്മുടെ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ഈ പറയുന്ന സൗത്ത് കേരള വരെ അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. മലബാർ ജില്ലയായിരുന്നു. ആ മലബാർ ജില്ലയിലെ വരുന്ന പ്രദേശത്ത് പള്ളി പണിയുമ്പോണ്ടായിരുന്ന വിലക്ക്
എടുത്തു കളഞ്ഞത് 1957 EMS ഗവൺമെന്റാണ്. ആലോചിക്കണം, അന്ന് EMS ഗവൺമെന്റ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പല വിനാരങ്ങളും ആകാശത്തുയർന്നു നിൽക്കുന്ന വിശ്വാസികളെ ആത്മീയ ഗോപുരങ്ങൾ, അവരുടെ എല്ലാമായ ആരാധനാലയങ്ങൾ ഉയർന്നു വരുമായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ബ്രിട്ടീഷുകാര് പോയി. നിങ്ങൾക്കറിയാം, മദ്രാസിൽ രാജാജി സർക്കാർ വന്നു. 52 കോൺഗ്രസിന്റെ രാജാജി സർക്കാർ. രാജാജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ രാജാജി സർക്കാർ വന്നിട്ടും മലബാറിലെ മുസ്ലിം ആരാധനാലയങ്ങൾ പണിതിനുള്ള വിലക്ക് എടുത്തു കളയാൻ അന്നത്തെ കോൺഗ്രസിന്റെ മദ്രാസിലെ ഗവൺമെന്റ് തയ്യാറായില്ല. അതിനാർജവം കാണിച്ചത് ന്യൂനപക്ഷങ്ങളെ മതാവകാശങ്ങൾ, ആരാധനാവകാശങ്ങൾ ഈ മണ്ണിൽ അനുവദിച്ചു കൊടുക്കാൻ നിലപാടെടുത്തത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. അല്ലേ? ആ ഗവൺമെന്റിന് അത് നേതൃത്വം കൊടുത്ത പാർട്ടിയെ ഒരു പൊതുയോഗം നടത്തി ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, മുന്നിലിരിക്കുന്നവർ മാത്രമല്ല, ഈ നാടിന്റെ ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. അത് മറ്റാരേക്കാൾ ജനാബ് CH അറിയാം. കേരളത്തിൽ CH എന്ന നന്ദിയോട് മാത്രമേ അത് പറയാറുള്ളൂ. ഞാൻ വിശദാംശങ്ങളേക്കാൾ കടന്നു പോകുന്നില്ല. നമ്മുടെ കേരളത്തിൽ PSC എടുത്തു നോക്കാം. PSC മുസ്ലിങ്ങൾക്ക് സംവരണം ആരാ കൊടുക്കുന്നത്? മലബാർ സ്റ്റേറ്റ് പോലീസിൽ 1921 കലാപത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് വിലക്കായിരുന്നു. മുസ്ലിങ്ങൾക്ക് ആ വിലക്ക് എടുത്തു കളഞ്ഞത് രാജാജിയുടെ ഗവൺമെന്റ് അല്ല. ആ വിലക്ക് എടുത്തു കളഞ്ഞത് EMSന്റെ ഗവൺമെന്റാണ്. EMS ഗവൺമെന്റ് ജനസംഖ്യാനുപാതികമായി കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് PSCയിൽ 11% സംവരണം വരുമെന്ന് രാജ്യത്താദ്യമായി മുസ്ലിങ്ങൾക്ക് പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് സംവരണം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്ട് ചോദിച്ചാൽ അത് കേരളമാണ്. EMS ഗവൺമെന്റാണ് സംവരണം കൊണ്ടുവന്നത്. മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ചരിത്രം പറയുമ്പോൾ സൂക്ഷിക്കുക. ഇങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞാൽ ഒന്നല്ല, അതിനേക്കാൾ ഫലശേഷിയില്ല ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാൻ ആവരായി നിറച്ചു വരുന്നവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ ഓർക്കുക. ആ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നമുക്ക് വികസനമാണ് ആവശ്യം. ഈ വികസന കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്കറിയാം, മാടായി പഞ്ചായത്തിനെ നമ്മുടെ ഗവൺമെന്റ് പരിഗണിച്ച പോലെ ഒരു ഗവൺമെന്റും പരിഗണിച്ചില്ല. പഴയങ്ങാടി പാലം, വെങ്കടമേൽ പാലം, ഉലക്കീൽ പാലം, അതുപോലെ റോഡുകൾ, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഓരോ ഗവൺമെന്റ് സ്കൂളുകളും നിങ്ങൾ നോക്കണം. ഓരോ വാർഡിലും ഈ കഴിഞ്ഞ കാലയളവിൽ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാ വാർഡിലും ഫണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്കറിയാം അവരുടെ ഓർമ്മയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തീർച്ചയായും ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വം, പക്വതയുള്ള മുസ്ലിം ലീഗ് നേതൃത്വം ആ കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്കൾക്കറിയാം, തെറ്റായ ചെയ്തികൾ ചെയ്താൽ ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോ നമ്മുടെ മേഖല കയറിയിട്ട് ഒരു കാര്യമില്ല. പത്മനാഭന് ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. താൻ ഒരു അധികാരത്തിരിക്കുമ്പോ ഒരിക്കലും വെളുക്കില്ല എന്ന് കരുതിയിട്ട് തെറ്റായ കാര്യം ചെയ്താൽ നല്ലോണം അനുഭവിക്കേണ്ടി വരും. അത് നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് വിജിലൻസ് കോടതിയിൽ പോയി കയറി ഇറങ്ങി വിയർക്കുമ്പോ അവിടെ ക്യൂ നിൽക്കേണ്ടി വരുമ്പോ പ്രയാസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സഹിക്കല്ലാതെ മറ്റൊരു മാർഗമില്ല. അതിന്റെ പേര് ഞങ്ങളുടെ മേക്കെട്ട് കയറാൻ വന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കൂടുതൽ പരിക്ക് പറ്റുന്ന മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയമായി പരിക്ക് പറ്റുന്ന മാത്രമേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചേർന്ന് നിൽക്കുന്ന ചില മെമ്പർമാരോട് ഒരു ഭാഗം മാത്രമാണ് ചോദിക്കുന്നത്. നിങ്ങൾ പൊന്നാപുരം കോട്ടയെന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്, അതൊക്കെ തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന ഈ പുതിയങ്ങാടിയിൽ എന്ത് വികസനമാണ് നിങ്ങളുടെ ഗവൺമെന്റും നിങ്ങളുടെ പഞ്ചായത്തും നടത്തിയിട്ടുള്ളത്? ഇവിടെ നടത്തിയിട്ടുള്ള ഓരോ വികസനത്തെ സംബന്ധിച്ചിടത്തോളം രാജേഷ് പറഞ്ഞു. ഇവിടുത്തെ FHSയെ സംബന്ധിച്ചോളം എങ്ങനെ അത് ഇടതുപക്ഷത്തിന്റെ കാലത്ത് രാജേഷ് MLA ഉണ്ടാകുമ്പോൾ
രണ്ടാമത്തെ കാര്യം ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിന്റെ കായിക മേഖലയിൽ പുതിയങ്ങാടിൽ നിരവധി പ്രതിഭകളെ ഇന്ന് സംഭാവന ചെയ്യുന്ന ഗ്രൗണ്ട് അത് രാജേഷ് ഏട്ടന്റെ MLA ഫണ്ടിൽ നിന്നാണ് ഇല്ലേ? ഇവിടുത്തെ റോഡുകൾ, ചൂട്ടാട് റോഡിന്റെ കഥ പറഞ്ഞല്ലോ. ഇവിടുത്തെ ഓരോ വികസനവും അങ്ങനെയാണ്. ആ വികസനത്തിന്റെ ആ പൊൻതൂവലിലേക്ക് ഇവിടെ ചൂട്ടാട് ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായി നമ്മളുടെ മുന്നിലേക്ക് പുലിമുട്ട് കടന്നു വരുന്നത്. പുലിമുട്ടിന്റെ ചരിത്രത്തോടെ പറഞ്ഞു. പുലിമുട്ട് എന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചതാരാണ്? ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, ഇവിടുത്തെ കണക്കോട് കമ്മിറ്റി. ആ കമ്മിറ്റി ആവശ്യം മുന്നോട്ട് വെച്ച അന്നത്തെ MLA രാജേഷ് ഏട്ടനെതിരെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2021 ഞാൻ MLA ആയി വന്നതിന് ശേഷം അന്നത്തെ ഫിഷറീസ് മന്ത്രിയാണ് ഈ പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിൽ വെച്ച് ജനകീയമായ ആഘോഷത്തിലൂടെ ഒരു ആഘോഷമായിരുന്നു പുതിയങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം. ആ മത്സ്യത്തൊഴിലാളികളുടെ ആഘോഷത്തിന്റെ ഭാഗമായി പുലിമുട്ടിന് തറക്കല്ലെടുത്തത് പ്രവർത്തനം ആരംഭിച്ചു. പുലിമുട്ട് ഒരു ഘട്ടത്തിൽ ചില പ്രതിസന്ധി, നേരത്തെ പറഞ്ഞു, കരാറുകാരനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നം ശരിയാണ്. ആ വിമർശനത്തെ അങ്ങേയറ്റം വരെ അംഗീകരിക്കുന്നു. കാരണം ആ കരാറുകാരന്റെ ഭാഗത്തുണ്ടായ ചില വീഴ്ചയുണ്ട്, കരിങ്കല്ല് കിട്ടുന്നതിനുണ്ടായ ചില താമസമുണ്ട്. അതൊഴിച്ചാൽ പുലിമുട്ടിനെ വളരെ കൃത്യമായി കൊണ്ടുപോകാനുള്ള എല്ലാ ഫോളോ അപ്പും ചിലപ്പോൾ എന്ന രീതിയിൽ എൻഡിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടേയിരുന്നു. ഇന്ന് 60% പുലിമുട്ട് പൂർത്തീകരിച്ചു. ഈ ഒക്ടോബർ മാസം പുലിമുട്ടിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലീഗുകാർക്കറിയാം, ഒക്ടോബറിൽ പൂർത്തീകരിച്ച നവംബർ മാസം പുലിമുട്ടിന്റെ 28 കോടി രൂപ ചെലവഴിച്ച് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നം, കടക്കോടി കമ്മിറ്റിയുടെ ആവശ്യം, ഈ നാടിന്റെ ആവശ്യമായ പുലിമുട്ടിന്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോകുന്നു. ആ ഘട്ടത്തിലാണ് അത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കി ഇവിടുത്തെ ലീഗിന് ഇല്ലേ? ലീഗിന്റെ എല്ലാ വിലയും ഞാൻ പറയുന്നില്ല കേട്ടോ. ലീഗ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നല്ല മാന്യമായ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്ന ലീഗിന്റെ പ്രവർത്തകരുണ്ട്. അവരോട് സ്നേഹമുണ്ട്. അവരെ കുറിച്ചല്ല ഈ ലീഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് ഒന്നുകൂടി അവർക്ക് വേണ്ടി നമ്മൾ നോക്കുകയാണ്. ലീഗിലെ ചില ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ പുലിമുട്ടുമായി നിങ്ങളുടെ പ്രശ്നം? പുലിമുട്ട് പൂർത്തിയാകുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നോക്ക്, ഞാൻ MLA ആണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്, നമ്മളെല്ലാം ജനപ്രതിനിധികളാണ്. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, പരസ്പരം കാണാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ചാനലുണ്ട്, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചാനലുണ്ട് അദ്ദേഹത്തിന്. ഇടക്കിടക്ക് അദ്ദേഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ എടുത്തിടാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചാനൽ. അതിലൊന്ന് വാദോരാതെ. ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്തോന്ന് പഠിച്ചിട്ടല്ലേ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്, പഠിക്കാൻ തയ്യാറാവോ? അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുന്ന മാന്യതയുണ്ട്. അത് ഞങ്ങളെല്ലാം സ്വീകരിക്കാറുണ്ട്. എല്ലാം അറിയുന്നവരും തികഞ്ഞവരുമല്ലോ എല്ലാവരും. അതുകൊണ്ട് അറിയാത്തത് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം കാര്യം പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. എന്തൊക്കെയാണ് നിങ്ങൾ പല ഘട്ടങ്ങളായി പുലിമുട്ടിനെ കുറിച്ച് പറഞ്ഞത്? ഇപ്പൊ ഒക്ടോബർ മാസം പൂർത്തീകരിക്കപ്പെടും. അപ്പൊ ചെറിയ പ്രശ്നം. എന്താ പ്രശ്നം? ക്രെഡിറ്റ് മുഴുവൻ MLAക്കും പിണറായി ഗവൺമെന്റിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-നൊക്കെ പോകും. അതൊരു ബുദ്ധിമുട്ട്. അപ്പൊ പുതിയ തന്ത്രം, അശാസ്ത്രീയം. ശാസ്ത്രീയമായി നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? രാജേഷനോട് പറഞ്ഞു, ഈ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ട് പുലിമുട്ടിനെ കുറിച്ച് പഠിക്കുന്ന 2 ഏജൻസികൾ, 2 സംവിധാനങ്ങൾ. ഒന്ന് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ പൂനെയാണ്, 2 IIT മദ്രാസാണ്. 2 ഇതിനെ കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടക്കുന്ന ഏജൻസികൾ. പൂനെയിൽ നിന്ന് വന്ന വിദഗ്ധ സംഘമാണ് നമ്മുടെ പഠനം നടത്തിയ പുലിമുട്ടിന്റെ. കേരളത്തിലെ എല്ലാ പുലിമുട്ടിലും വന്ന പോലെ ശാസ്ത്രീയമായ പഠനം മാസങ്ങൾ നീണ്ട ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചു, ഇവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചു. ഇവർ നിരവധി കാലം പഠനം നടത്തി. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി അവരുണ്ടാക്കിയ ഡിസൈനിന്റെ അടിസ്ഥാനത്തിലാണ് പുലിമുട്ടിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ആദ്യങ്ങളും പോയിട്ട് റോഡിന്റെ ചെറിയ അലൈൻമെന്റ് മാറ്റുന്നത് പോലെ പുലിമുട്ടിന്റെ ഡിസൈനിൽ മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം അത് തയ്യാറാക്കിയ ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ അംഗീകൃതമായ ഒരു സംവിധാനമാണ് പൂനെയിൽ നിന്ന് വന്നിട്ടുള്ള ശാസ്ത്രീയമായ പഠന സംവിധാനമാണ്. അവരുടെ മേൽനോട്ടത്തിലാണ് ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. 60% പൂർത്തീകരിച്ചിട്ടുള്ളൂ, പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് MLA ഞങ്ങളെ കാണാം, ഗവൺമെന്റിനെ കാണാം, കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെയല്ലേ ഒരു പ്രശ്നത്തെ നാം പരിഹരിക്കേണ്ടത്? ഇപ്പൊ പ്രഖ്യാപിക്കുകയാണ് അശാസ്ത്രീയം. ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അശാസ്ത്രീയം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവിടുത്തെ ചില വാർഡ് മെമ്പർമാരെയും വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പഠനം നടത്തിയത്? ആരാ അശാസ്ത്രീയം എന്ന് കണ്ടെത്താൻ ശാസ്ത്രീയമായ പഠനം നടത്തിയത്? ഒറ്റ ഭാഗ്യമുള്ളൂ.
ഈ പുലിമുട്ട് പൂർത്തീകരിച്ചാൽ, ഈ നാടിന്റെ മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നമായ ഈ പുലിമുട്ട് പൂർത്തീകരിച്ചാൽ, ഇവിടുത്തെ ഇന്നലെ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ CPM ഉൾപ്പെടെ പിണറായി സർക്കാർ ഉണ്ടാകുന്ന ക്രെഡിറ്റ് തകർക്കാനുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണിതും. അതാണ് പുതിയ നാട് കേന്ദ്രീകരിച്ച് ലീഗ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താ? ഡ്രഡ്ജിങ്. മനസ്സിട്ട് രൂപപ്പെടുന്നു, ശരിയാണ്. അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമാകുന്ന ഒന്നാണ്. ഞാൻ ഉൾപ്പെടെ എന്റെ കണ്ണുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളും കാണുന്നതാണ് കണ്ണുകൊണ്ട്. ആ മണൽത്തിട്ടം നീക്കം ചെയ്യണം, ശരി തന്നെ. 27-ാം തീയതിയാണ് കളക്ടറേറ്റ് കമ്മിറ്റി എന്നെ കാണുന്നത്. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, എന്റെ പ്രസംഗം കേൾക്കുന്ന കളക്ടറേറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉണ്ടാകും. കളക്ടറേറ്റ് കമ്മിറ്റി വളരെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ഒരു പഞ്ചായത്ത് കമ്മിറ്റിയും മുസ്ലിം ലീഗും നിർവഹിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി മടങ്ങ് ഇവിടുത്തെ കളക്ടറേറ്റ് കമ്മിറ്റി നടക്കുന്നുണ്ട്. അവരോട് എപ്പോഴും ഞാൻ ആത്മാർത്ഥമായ സ്നേഹമുള്ളതായിരിക്കും. കാരണം അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രശ്നങ്ങളെ കൃത്യമായി അവതരിപ്പിക്കുന്ന കളക്ടറേറ്റ് കമ്മിറ്റിയാണ്. ആ കളക്ടറേറ്റ് കമ്മിറ്റി വന്നു എന്റെ മുമ്പിൽ. അവർ തന്നെ കത്ത് 27-ാം തീയതി ഡേറ്റിട്ടതാണ്. അവർ പറഞ്ഞു 27-ാം തീയതി ജൂൺ 27 എന്ന് പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അടിയന്തര പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ കാണുന്ന ഡ്രഡ്ജിങ് ആരംഭിക്കണം. 27-ാം തീയതി MLA എന്ന രീതിയിൽ കളക്ടറേറ്റ് കമ്മിറ്റി എന്നോട് ആവശ്യപ്പെട്ടു. അതേ 27-ാം തീയതി എന്റെ ലെറ്റർ പേരിൽ ഞാൻ ജില്ലാ കളക്ടർക്ക് കത്ത് കൊടുത്തു. ഞാൻ നേരിട്ട് അന്ന് ഉച്ചയ്ക്ക് കളക്ടറേറ്റിൽ പോയി ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി കളക്ടറുമായി കളക്ടറേറ്റ് കമ്മിറ്റിയും മത്സ്യത്തൊഴിലാളികളും പറഞ്ഞ ആശങ്ക ചർച്ച ചെയ്തു. ഞാൻ കളക്ടറോട് പറഞ്ഞു, അതിവേഗത്തിൽ വേണം, ടെൻഡർ ഉൾപ്പെടെ സമയം ഉണ്ടാവും, ആ സമയം എടുക്കരുത്, ഡിസാസ്റ്ററിൽപ്പെടുത്തിക്കൊണ്ട് നടപടിക്രമം പൂർത്തീകരിക്കണം. തൊട്ടടുത്ത ദിവസം തന്നെ കളക്ടർ പ്രാഥമികമായ ഓർഡർ ഇറക്കി. 17-ാം തീയതി ഔദ്യോഗികമായ ഓർഡർ ഇറങ്ങി. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ആ ടെൻഡർ ഓപ്പൺ ചെയ്യുന്ന ദിവസമല്ലേ ഇവിടെ ഒരു നാടകം നടത്തിയത്? മരണം ദൗർഭാഗ്യകരമാണ്. ഏതൊരു മത്സ്യത്തൊഴിലാളിയുടെ മരണവും ഞങ്ങളെല്ലാം വേദനിപ്പിക്കുന്ന ഒന്നാണ്. ആ വേദന ഉള്ളിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ആ ടെൻഡർ ഓപ്പൺ ചെയ്യുന്ന ദിവസമല്ലേ നിങ്ങൾ ചില ലീഗുകൾ ഇവിടെ ചില നാടകങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്? ടെൻഡർ ഓപ്പൺ ചെയ്യുന്ന ദിവസമാണ് നിങ്ങൾക്കറിയാം. തൊട്ടടുത്ത ദിവസം തന്നെ മീറ്റിംഗ് ചേർന്നു. ഞാനും പയ്യന്നൂർ MLA-യും RDO-യും തഹസിൽദാരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നു. ഡ്രഡ്ജിങ്ങിന്റെ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. ഇന്നലെ ചെന്നൈയിൽ മിഷൻ വന്നു. ഡ്രഡ്ജിങ് നടക്കാൻ വേണ്ടി ഇപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി തന്നെയാണ് കളക്ടറേറ്റ് കമ്മിറ്റി പറഞ്ഞ ആ നിമിഷം അന്ന് ഉച്ചക്ക് കളക്ടറേറ്റിൽ പോയി കത്ത് കൊടുത്ത് കളക്ടറുമായി ചർച്ച നടത്തി അതിവേഗത്തിൽ 1 മാസം കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഇതാ ഡ്രഡ്ജിങ് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇതിലെ യാത്രത്തിൽ ആരായിരുന്നു കാലതാമസം വരുത്തിയത്? നിയമപരമായ കാലതാമസം. അതിന് ടെൻഡർ നടത്തണം, ഓർഡർ ഇറക്കണം, ഏജൻസിക്ക് കൊടുക്കണം, കരാറുകാരി കൊടുക്കണം. അത് നിയമപരമായി നടത്തേണ്ട ഒന്നാണ്. അത് തന്നെ ഡിസാസ്റ്ററിൽപ്പെടുത്തിയതില്ല. ഡിസാസ്റ്ററിൽപ്പെടുത്തുന്നത് നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ 2 മാസം വേണ്ട നടപടിക്രമങ്ങൾ 1 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ചു. ഡ്രഡ്ജിങ്ങിന്റെ നടപടി ആരംഭിച്ചു. ഇല്ലേ? ഇവിടുത്തെ ലീഗുകാരോട് ഒരു ചോദ്യം, കഴിഞ്ഞ വർഷം ഡ്രഡ്ജ് ചെയ്തില്ലേ? ചെയ്തു. ആ ഡ്രഡ്ജ് ചെയ്ത മണൽ എവിടെയാ കൊണ്ടുപോയത്? ആ മണൽ സ്വാഭാവികമായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരുന്നത് പാലക്കോടാണ്. ആ പാലക്കോട് നിക്ഷേപിക്കുന്നിടത്ത് ലീഗ് നടത്തിയ രാഷ്ട്രീയം ഉണ്ടല്ലോ. എന്റെ ചൂടാടിന്റെ ലീഗ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ മണൽ എവിടെയാ കൊണ്ട് നിക്ഷേപിച്ചത്? പാലക്കോട് നിക്ഷേപിക്കാൻ ലീഗ് അനുവദിച്ചില്ല. അതിനെ തുടർന്നാണ് അവിടെ മെമ്പറുടെ രാജ്യവിൽപ്പന ഉണ്ടായത്. 13 യോഗങ്ങളാണ് ഞാൻ പങ്കെടുത്തുകൊണ്ട് നടത്തിയത്. 13 യോഗങ്ങൾ. മണ്ണിറക്കാൻ സ്ഥലമില്ല. ഏറ്റവും അവസാനം ഈ ഘടനമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു പഞ്ചായത്തിലേക്ക്, ചെറുതാഴം പഞ്ചായത്തിലേക്ക് KCCPL-ന്റെ ചെയർമാൻ കൂടിയാണ് നമ്മുടെ മുൻ MLA രാജശേഖരൻ. ആ KCCPL-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് എന്തിന് ഈ മണ്ണ് കൊണ്ടുവന്നതായി വന്നു? പാലക്കോട് ലീഗ് നടത്തിയ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? എന്താ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായം? ഇവർ പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന ചില ലീഗുകളുടെ അഭിപ്രായം എന്താ? മണ്ണ് നിങ്ങൾ ഡ്രഗ് ചെയ്തോ, പക്ഷെ മണ്ണ് ഞങ്ങൾക്ക് പറ്റൂല. ഇല്ലേ? നിങ്ങൾ ഡ്രഗ് ചെയ്തോ, മണ്ണ് ഞങ്ങൾക്ക് പറ്റൂല. എന്നിട്ട് MLA-ക്കെതിരെ സമരം. ഈ മണ്ണ് MLA എന്ത് ചെയ്യണം? ചർച്ച നടത്തി അവസാനം കടലുമായും ഒരു ബന്ധവുമില്ലാത്ത ചെറുതാഴം പഞ്ചായത്തിലേക്ക് കൂല പോലെ വാർപ്പയെ കൊണ്ടുപോയി ആ മണൽ കൂട്ടിവെച്ചു. ഇല്ലേ? ഇല്ലേ? സത്യല്ലേ? എന്റെ പാലക്കോട് രാഷ്ട്രീയം കളിച്ചു. ആരാ രാഷ്ട്രീയം കളിച്ചത്? മുസ്ലിംകളെ രാഷ്ട്രീയം കളിച്ചത്. ഡ്രഡ്ജിയുടെ മണ്ണ് ഇടാൻ പറ്റിയില്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാവും. കാരണം എന്താ? MLA-ക്ക് ഡ്രഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് സമരം നടത്താം. ഒരു ഭാഗത്ത് സമരം, മണ്ണിലിടുന്ന സ്ഥലത്ത് പ്രത്യേക വികാരം ഉണ്ടാക്കുക. പക്ഷെ ഞങ്ങളത് ചെറുതാഴം കൊണ്ടുപോയി ഇപ്രാവശ്യം ചർച്ച ചെയ്തു. ചർച്ച ചെയ്തിട്ട് ഇപ്പൊ 4 പോയിന്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ 4 പോയിന്റുകൾ ഞങ്ങൾ ഇപ്രാവശ്യം ആവശ്യപ്പെട്ട ഏറ്റവും അടുത്തുള്ള സ്ഥലം പാലക്കോടാണ്. ഇടം പിടില്ലെന്നാണ് ഇപ്പൊ പറഞ്ഞത്. പാലക്കോട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇവ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം
എം പിയുടെ വന്നു, ഞങ്ങൾക്ക് പ്രയാസമില്ല, എം പിക്ക് അപ്പോൾ ഉടൻ വരാം, എം പിയുടെ മണ്ഡലം കൂടിയാണ്. പക്ഷേ ഈ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ എം പി ഇടപെട്ടിട്ടുണ്ടോ? മത്സ്യത്തൊഴിലാളികളെ മാനസിക രൂപപ്പെടുന്നു എന്നാൽ ഞാനൊന്ന് പെട്ടെന്ന് ഇടപെട്ടിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ നമ്മുടെ ഗവൺമെന്റ് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. മണൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും രാമന്തളി പഞ്ചായത്തിൽ യോഗം ചേർന്ന് കൈക്കൊണ്ടിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ വർഷവും നടത്തിയിട്ടുണ്ടോ? ഈ വർഷവും നടത്തുന്നുണ്ട്. ഇതാണ് ഭാഗം. ഈ പുതിയ നാടിലെ മറ്റ് വികസന പദ്ധതി ഏതുപെടുത്തോ? ഇവിടുത്തെ നാടായി നാട്ടിൽ തീരദേശത്തുകൂടി കടന്നു പോകുന്ന കടൽ ഭിത്തി മറ്റൊരു ഭാഗത്ത് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയങ്ങാടി അണ്ടർപാസ് രാജേശ്വരന്റെ കാലത്ത് നടത്തിയ ഇടപെടലുകളെ ലീഗ് നടത്തിയ ആസൂത്രിതമായ നീക്കവും അതിനെ പൊളിക്കാൻ നടത്തിയ ഇടപെടലുകൾ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം 2021 ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ റെയിൽവേ കത്തയച്ചത് 4/10/2021 പഴയങ്ങാടി അണ്ടർപാസുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് റെയിലിലേക്ക് അയക്കുന്നത്. അന്ന് റെയിൽവേ അതിന് മറുപടി നൽകി. റെയിൽവേയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അന്ന് തമിഴ്നാട്ടുകാരനായ ശ്രീ ഷൺമുഖം, അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം അദ്ദേഹം പഴയങ്ങാടിൽ 17/11/2021 റെയിൽവേ സംഘമായി വന്നു ഫലം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു ഭാഗം മാത്രമേ നമുക്ക് നിർവഹിക്കാനുള്ളൂ. നിലവിലുള്ള അണ്ടർപാസിന് തുല്യമായി പാരലായി ഒരു പുതിയ അണ്ടർപാസ് കൂടി സ്ഥാപിക്കുക, എന്നിട്ട് വൺ വേ സിസ്റ്റം ഉണ്ടാക്കുക. പഴയങ്ങാടി ഭാഗത്ത് നിന്ന് പുതിയങ്ങാടി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ നിലവിലെ അണ്ടർപാസിലൂടെയും പുതിയ അണ്ടർപാസിലൂടെ തിരിച്ച് പഴയങ്ങാടി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളും കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ഇവിടെ ശാസ്ത്രമായി പരിഹരിക്കാൻ പറ്റുക. അവിടെ ഓയിൽ മില്ലുമായി സംസാരിച്ചു. അവർ സ്ഥലം വിട്ടു തരാൻ തയ്യാറായി. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ 6 കോടി രൂപ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് മാറ്റിവെച്ചു. എസ്റ്റിമേറ്റും കാര്യങ്ങളും തയ്യാറാക്കി. റെയിൽവേയുടെ DPR പഴയങ്ങാടി നടത്തിയ പൊതുയോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തൊക്കെ പറയുന്നത് കേട്ടോ. കാരണം കാര്യം പഠിച്ചിട്ടല്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളോട് സംസാരിക്കേണ്ടത്. അണ്ടർപാസുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്തും പ്രസിഡന്റിന് ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ലീഗിന്റെ പിന്തുണ ഉണ്ടായിട്ടില്ല. എന്താ ലീഗ് ശ്രമിച്ചത്? അണ്ടർപാസിന് 6 കോടി രൂപ ബജറ്റിൽ പാസ്സാക്കി എന്നറിഞ്ഞപ്പോ സമരം നടത്തി. എന്താ സമരത്തിന്റെ ലക്ഷ്യം? മുദ്രാവാക്യം MLA-ക്കെതിരെ. ഇത് ലോകത്തെവിടെയും കേട്ടിട്ടില്ലാത്തതാ. അണ്ടർപാസിന് ഫണ്ട് പാസ്സാക്കിയിട്ട് അതിനെതിരെ സമരം. ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇവിടുത്തെ MP. അണ്ടർപാസിന് MLA പാസ്സാക്കിയതിന്റെ പിറ്റേ ദിവസം അണ്ടർപാസ് ഉണ്ടാക്കണം. ഇതാണ് ആവശ്യം. 6 കോടി പാസ്സാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലീഗ് പഴയങ്ങാടിയിൽ സമരം നടത്തിയില്ലേ? ഇവിടുത്തെ MP ആയിരുന്നില്ലേ ആ സമരം ഉദ്ഘാടനം ചെയ്ത്? ആർക്കാ? ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത റെയിൽവേയുടെ അണ്ടർപാസ് MP എന്ത് ചെയ്തു? ഇപ്പൊ ഇവിടുത്തെ ലീഗുകാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. MP പാർലമെന്റിൽ ഇടപെടൽ നടത്തി. എന്ത് ഇടപെടല MP നടത്തിയത്? ഇടപെടൽ നടത്തിയതുകൊണ്ട് ഫലം ഉണ്ടായോ? ഫണ്ട് കിട്ടിയോ? സംസ്ഥാന സർക്കാരിൻ്റെതാണ് ഫണ്ട്. MP ഈ നാട്ടിലെ ജനങ്ങളെ കണ്ണുപൊടിയിടാൻ, ലീഗുകാരുടെ ഉൾപ്പെടെ കണ്ണുപൊടിയിടാൻ പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പാർലമെന്റിൽ. ഏത്? അത് നിയമസഭയിൽ MLA-മാർ ചോദിച്ചാലും മറുപടി കിട്ടും, പാർലമെന്റിൽ ഏത് MP ചോദിച്ചാലും മറുപടി കിട്ടും. ഇല്ലേ? എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുണ്ട് റെയിൽവേ. ഉണ്ട് എന്നാണ് റെയിൽവേ മറുപടി കൊടുത്തത്. എന്തുകൊണ്ടാ? ഞങ്ങൾ നേരത്തെ തന്നെ ഇടപെട്ടോ, എസ്റ്റിമേറ്റ് തയ്യാറാക്കി, ഫണ്ട് പാസ്സാക്കി. അതാണ് അവിടെ മറുപടി കൊടുത്തത്. അത് വെച്ച് പറയാം ഞാൻ വലിയ ഇടപെടൽ നടത്തി. ഇതെല്ലാം എന്ത് നടത്തി? ഇപ്പൊ 7 കോടി രൂപ 1 കോടി രൂപ കൂടി നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ച് 7 കോടി രൂപയ്ക്കാണ് അണ്ടർപാസ് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. പഴയങ്ങാടി അണ്ടർപാസ്. ആ പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്കിലെ പുതിയങ്ങാടിയിലെ ഉൾപ്പെടുന്ന ജനങ്ങളുടെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരത്തിന് അണ്ടർപാസ് ഉണ്ടാക്കാൻ ശ്രമം നടത്തിയപ്പോ പോരാട്ട സമരം നടത്തി അതിനെയും പൊളിക്കാൻ നോക്കിയവരാണ് ഇവിടുത്തെ ലീഗ്. അത് നേതൃത്വം കൊടുത്തതാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്തുണയാണല്ലേ പ്രസിഡന്റ്? അണ്ടർപാസ് പൊളിക്കാൻ തീരുമാനിച്ചവരാണ് പ്രസിഡന്റ്. ഈ പുതിയങ്ങാടിയിലെ യോഗത്തിൽ വെച്ച് പറയുന്നു 2026 ജനുവരി മാസം 30-നകം അണ്ടർപാസ് ഉദ്ഘാടനം ചെയ്ത് ഈ നാടിൽ സമർപ്പിക്കുകയാണ് ചെയ്യും. ഏത് ലീഗ് എടുക്കാൻ വന്നാലും ജനുവരി മാസം 2026 അണ്ടർപാസിന് ഉദ്ഘാടനം നടക്കും. നടപടിക്കാമെന്ന് അതിവേഗതയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ അറിയാതെ പ്രസിഡന്റ് പലതും വിളിച്ചു പറയരുത്. അണ്ടർപാസിന്റെ യാഥാർത്ഥ്യം അത്. മൂന്നാമത്തെ ഒരു ഭാഗ്യത ഫിഷ് ലാൻഡിംഗ് സെന്റർ. ഞാൻ 5 കോടി രൂപ
5 കോടി രൂപ ഏത് കോടിയാണല്ലോ അനുവദിച്ചത്? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു മണ്ഡലത്തിൽ 7 കോടി രൂപ ഒരു MLA അനുവദിക്കുന്നുണ്ട്. MLA മണ്ഡലത്തിൽ ഏത് വികസനത്തിന് വേണമെങ്കിൽ ആ പണം ഉപയോഗിക്കാം. പക്ഷെ പുതിയങ്ങാടിയിലെ മത്സ്യത്തൊഴിലാളികൾ കടക്കോടി കമ്മിറ്റി അവരാവശ്യപ്പെട്ട അവരുടെ വലിയ പ്രയാസമുണ്ട്. കടലിൽ നിന്ന് മീൻ പിടിച്ചു വരുന്നു. ഫിഷ് ലാൻഡിംഗ് സെന്റർ ഇല്ലാത്തതിന്റെ ഭാഗമായി മണിക്കൂറുകളോളം കടലിൽ കാത്തു നിൽക്കേണ്ടി വരുന്നു. ആ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്ന ഘട്ടത്തിൽ കടലിൽ നിന്ന് പിടിച്ച് വളരെ ഫ്രഷായ മത്സ്യം അത് ഇവിടെ കരയിലെത്തിക്കുമ്പോഴേക്കും പാതി വില മാത്രം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മത്സ്യത്തൊഴിലാളി പട്ടിണിയാകുന്നു. അവന്റെ മീനിന് വില കിട്ടാനാകുന്നു. ആ വില കിട്ടാനാകുന്ന ഒരു ഘട്ടത്തിലാണ് മത്സ്യത്തൊഴിലാളിയും കടത്തോടി കമ്മിറ്റിയുടെ ആവശ്യം വെക്കുന്നത്. എന്താവശ്യം? ഞങ്ങൾക്ക് ഫിഷ് ലാൻഡിംഗ് സെന്റർ വേണം. എന്നൊരു ജനപ്രതിനിധികൾ നിർവഹിക്കേണ്ടത് അവർക്ക് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് ഫണ്ട് അനുവദിച്ചു കൊടുക്കണം. ഹാർബർ എഞ്ചിനീയറോട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. എസ്റ്റിമേറ്റ് പ്രകാരം 5 കോടി രൂപ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള ഹെഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയങ്ങാടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് അനുവദിച്ചു. ഇതാണോ ലീഗിന്റെ പ്രശ്നം? ഇതാണ് ലീഗിന്റെ പ്രശ്നം. ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ഞാൻ 5 കോടി അനുവദിച്ച MLA എന്ന രീതിയിൽ, കമ്മ്യൂണിസ്റ്റുകാരായ MLA എന്ന രീതിയിൽ 5 കോടി അനുവദിച്ചതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ അതിനെ മറികടക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നാടകം ഇത് കുറച്ചായി പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ നാടകം എന്നറിയാം? പഞ്ചായത്ത് പ്രസിഡന്റ് അവതരിപ്പിച്ചു. ബജറ്റ് അവതരിപ്പിച്ചപ്പോ ഒരു വലിയ പോസ്റ്റർ, ഫിഷ് ലാൻഡിംഗ് സെന്ററിന് മാടായി പഞ്ചായത്ത് 4 കോടി അനുവദിച്ചു. ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. സാധാരണ ഒരു പഞ്ചായത്തിന് ഇത്ര കോടി ഒരു ബജറ്റ് അനുവദിക്കാൻ പറ്റുമോ? അല്ലേ, ഇത്ര കോടി അനുവദിക്കാൻ പറ്റുമോ? ഒരു അത്ഭുതം. ഞാൻ ജനാർദ്ദൻ വിളിച്ചു, ജനാർദ്ദൻ ഇതെങ്ങനെ പഞ്ചായത്തിൽ ഒരു ബജറ്റ് 4 കോടി, സ്കൂളിലെത്രയാ 3 കോടി, ഒന്നും പറയണ്ട, കോടികൾ വാരി വാരി കോടികൾ. ഒരു പഞ്ചായത്തിന് ആകെ ഒരു ബജറ്റ് അനുവദിക്കാൻ പറ്റുന്നതിന്റെ എത്രയോ മടങ്ങ് കോടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത്ഭുതം തന്നെ. അപ്പൊ ഞാൻ ജനാർദ്ദനോട് പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ എന്റെ 5 കോടി പിൻവലിക്കാം. കാരണം മണ്ഡലത്തിൽ വേറെ എവിടെയെങ്കിലും കൊടുക്കാമല്ലോ. കാരണം സൈറ്റ് കായിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബജറ്റിൽ 4 കോടി ഫിഷ് ലാൻഡിംഗ് സെന്ററിന് അനുവദിച്ചിരിക്കുന്നു. അത്ഭുതമല്ലേ? എന്താ തട്ടിപ്പ്? എന്താ ഇവിടുത്തെ മാടായി പഞ്ചായത്തിന്റെ ലീഗ് പഞ്ചായത്തിന്റെ തട്ടിപ്പ്? ഞാനത് സൂക്ഷ്മമായി ആ ബജറ്റ് ഒന്ന് വായിച്ചു. അപ്പൊ ബജറ്റിലെ വരി എന്താ അറിയോ? പുതിയങ്ങാടി ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിക്കുന്നതിന് 4 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ 5000 രൂപ അനുവദിച്ചു. ഇതാണ് പുതിയങ്ങാടി ഫിഷ് ലാൻഡിംഗ് സെന്റർ അനുവദിക്കാൻ 4 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ 5000 രൂപ ബജറ്റിൽ വകയിരുത്തിയ പഞ്ചായത്ത്. അല്ലേ? ആരോടെ ഈ നാടകം? നിങ്ങൾ ആരോടെ ഈ നാടകം കാണിക്കുന്നത്? നിങ്ങൾ ആരെയാ പഠിക്കുന്നത്? ഈ പുതിയങ്ങാടിയിലെ ലീഗിൽ ഉൾപ്പെടെ വിശ്വസിക്കുന്ന, ആ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ വിശ്വസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുക എന്നല്ലേ നിങ്ങളുടെ രീതി? ഇതല്ലേ ഇവിടുത്തെ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 5000 രൂപ വെച്ചിട്ട് പറയാം 5 കോടി വെച്ചിട്ടുണ്ടാവും. വെച്ചോ? ഞാൻ ലീഗിലില്ല. ഈ ഘട്ടത്തിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ 4 കോടി ഉണ്ടെങ്കിൽ, പഞ്ചായത്ത് 4 കോടി വെച്ചിട്ടുണ്ടെങ്കിൽ 1 കോടി ഞാൻ തരാം. 1 കോടി ഞാൻ തരാം. അതുകൂടി ചേർത്ത് വെച്ച എന്റെ 4 കോടി ഞാൻ പിൻവലിക്കാം. ആ 1 കോടി ചേർത്ത് വെച്ച ഈ ഫിഷ് ലാൻഡിംഗ് സെന്റർ പൂർത്തീകരിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? 5 കോടി ഞാൻ വെക്കുമ്പോ, അല്ല MLA എന്തെങ്കിലും വെക്കുമ്പോ അതിൽ പ്രയാസം. അത് പറ്റുകയില്ല, പറ്റുകയില്ല. അല്ലേ? അതിനെതിരെ സമരം, മുദ്രാവാക്യം. വികസനത്തിന്റെ എന്തെല്ലാം മാറ്റങ്ങളാണ് പുതിയ നാടിൽ ഉണ്ടാകുന്നത്? അന്ന് സമരം ചെയ്തില്ലേ? മത്സ്യത്തൊഴിലാളികളോട് സ്നേഹം നടന്നു. അല്ലേ? ഭയങ്കര സ്നേഹമല്ലേ? ഈ കടക്കോടിയുടെ ഓഫീസിൽ ഇരുന്ന് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കടക്കോടി കമ്മിറ്റിക്കകത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്, ഹാർബറിൽ വെളിച്ചില്ല, ഹാർബറിൽ വെളിച്ചില്ല, ഇന്നലെ ഒരു ലൈറ്റ് അനുവദിക്കണം. എന്റെ സീറ്റിന്റെ തൊട്ടിപ്പുറം അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്. എന്റെ സീറ്റിന്റെ തൊട്ടിപ്പുറം 2 സീറ്റാണ് അവിടെ കുഷ്യൻ സീറ്റുള്ളത്. അത് ഒന്നിൽ ഞാനും ഒന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റും. ഞാൻ പ്രസിഡന്റിനെ നോക്കി, കാരണം NOC തരണം പഞ്ചായത്ത്. ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചു, ഇതാ ലൈറ്റ് ചോദിക്കുന്നുണ്ട്, എനിക്ക് കൊടുക്കുന്നതിൽ ഒരു പരാതിയില്ല, പഞ്ചായത്തിന് തടസ്സമുണ്ടോ? പഞ്ചായത്തിന് തടസ്സമുണ്ടോ? കടക്കോടി കമ്മിറ്റിയിൽ ആളുകളുണ്ടെന്ന് അറിയാം. ആ യോഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ സീറ്റിൽ ഇരുന്നിട്ട് മത്സ്യത്തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റോട് ചോദിച്ചു, ലൈറ്റിൽ ഞാൻ പണ്ട് വെച്ചോളാം, നിങ്ങൾക്ക് തടസ്സമുണ്ടോ? ഇല്ല, ഇല്ല. ഇതാ തലയാട്ടിയിട്ട്
കൈകൊണ്ട് ഇങ്ങനെയാക്കി ചെയ്യുന്നത്. അങ്ങനെ തലയാക്കിയിട്ട് പറഞ്ഞു എന്നാണ് അർത്ഥം. എന്താ? തടസ്സമില്ലാന്നല്ലേ? ഇല്ലാന്നാണ് നിന്നല്ലേ? ഇല്ലാന്നാണ് നിന്നല്ല അർത്ഥം. ഇങ്ങനെ പറഞ്ഞു എന്നൊരു അർത്ഥം എന്താ? നിങ്ങൾ പ്രഖ്യാപിച്ചോന്ന. ഞാൻ ആ വേദിയിൽ വെച്ച് കടക്കോടി കമ്മിറ്റിയുടെ ഓഫീസിനകത്ത് വെച്ച് കടക്കോടി അംഗങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോ സുധരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLA രാഷ്ട്രീയ വികസന ഫണ്ടിൽ നിന്ന് ഹാർബറിൽ വെളിച്ചില്ല, പുലർച്ചെ രാത്രിയിൽ മത്സ്യത്തൊഴിലാളികളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ MLA ഫണ്ടിൽ ലൈറ്റ് അനുവദിച്ചു. ഞാൻ പ്രഖ്യാപിച്ചു. കടക്കോടി കമ്മിറ്റിക്ക് അകത്തുനിന്ന് പ്രഖ്യാപിച്ചു. ഇല്ലേ? എന്നെ വിളിക്കുമല്ലോ, അപ്പുറം വലിക്കുന്നില്ല, അപ്പുറം അയക്കുന്നല്ലോ. ഇവരെല്ലാം കേട്ടവരല്ലേ? അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ കത്ത് കൊടുത്തു. എന്റെ ഓഫീസിൽ അന്ന് തന്നെ കത്ത് കൊടുത്തു. ഞാൻ നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോയി. പഞ്ചായത്തിന്റെ ഭരണസമിതി കത്ത് കൊടുത്തു. ഞാൻ നടപടിക്രമമായി മുന്നോട്ട് പോയിട്ട് 1 മാസം കഴിയുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു ജനാധിപത്യ പ്രതിപക്ഷ നേതാവാണല്ലോ, ആ ഭരണസമിതിയുടെ ജനാധിപത്യം ഇരിക്കുന്നുണ്ടല്ലോ. എന്താ പഞ്ചായത്തിന്റെ തീരുമാനം എന്നറിയോ? പുതിയങ്ങാടിയിലെ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കാണേണ്ട വെളിച്ചത്തിന് NOC തരാൻ പഞ്ചായത്ത് തയ്യാറല്ല. അതാണ് മറുപടി. ഇതാണോ നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ സ്നേഹം? ഇതാണോ മാറായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മത്സ്യത്തൊഴിലാളികളുടെ സ്നേഹം? ഇവിടുത്തെ കാവറ്റി നടക്കുന്ന ചില പഞ്ചായത്ത് മെമ്പർമാരുടെ മത്സ്യത്തൊഴിലാളികളുടെ സ്നേഹം? നിങ്ങൾ ഇരിക്കുന്ന ഭരണസമിതി, ആ ഭരണസമിതിയാണ് തീരുമാനിച്ചത് ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നിൽ ലൈഫ് NOC തരാൻ പറ്റില്ല. നിരവധി കത്തുകൾ അയച്ചു. ഞാൻ വ്യക്തിപരമായി കണ്ടു പറഞ്ഞു. ഞാൻ പറഞ്ഞ ഭാഗം ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടോ? സഹിക്ക ഞാൻ ഇങ്ങനെ പറഞ്ഞു. സഹിക്ക മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം കാണരുത്, നിങ്ങളത് NOC തരണം. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്നല്ലേ അതല്ല നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ പറഞ്ഞൂടാ, അല്ല സംസാരിക്കാം, ആലോചിക്കാം. എന്നിട്ട് എന്റെ അടുത്തുനിന്ന് വഴിതിപ്പോയി അദ്ദേഹം. അപ്പൊ എനിക്ക് മനസ്സിലായി ആലോചിക്കാൻ പോകുന്നതല്ല. ലൈറ്റ് സ്ഥാപിച്ചു, ഇല്ലേ? വെളിച്ചം കൊടുക്കാൻ, കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല, NOC ഇല്ലാത്തതുകൊണ്ട്. ലൈറ്റ് ഒരു സ്മാരകമായി അവിടെ മാസങ്ങളോളം നിന്നു. എന്റെ പ്രയാസം ഞാൻ മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞു. കാരണം MLAക്ക് കണക്ഷൻ കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല നിയമപരമായിട്ട്. അത് പഞ്ചായത്തിലേ ഉള്ളൂ. ഏറ്റവും വലിയ കടക്കോടി കമ്മിറ്റിക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നു. കടക്കോടി കമ്മിറ്റി പറഞ്ഞത് MLA ഞങ്ങൾ ചിലതൊക്കെ ഉണ്ട്, ഇപ്പൊ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ആ ലൈറ്റിന്റെ പൈസ ഞങ്ങൾ അടുത്തുള്ള കടക്കോടി കമ്മിറ്റി അടുത്തുള്ള എന്ന് ഞാൻ കടക്കോടി കമ്മിറ്റിയോട് അതിന് നന്ദിയും സ്നേഹവും നൽകും. ആ കമ്മിറ്റിക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണ് പുതിയങ്ങാടിയിൽ ഈ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് വെളിച്ചമില്ലെന്ന് അവരാവശ്യപ്പെട്ട പ്രകാരം വെച്ച് MLA ലൈറ്റിന് ഇവിടുത്തെ കടക്കോടി കമ്മിറ്റിയാണ് ഇന്നും കറണ്ട് ബിൽ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലീഗിന്റെ മുസ്ലിം സ്നേഹം, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ സ്നേഹം. മുസ്ലിം ലീഗിന്റെ സ്നേഹിതാണോ? ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹിതാണോ? ഇത് നാം കാണണ്ടേ? ഇതും ചർച്ച ചെയ്യണ്ടേ? എന്ത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നാടകം നടത്താൻ വികാരം കൊണ്ടുവർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ആ ലൈറ്റിന് കണക്ഷൻ കൊടുക്കാൻ മാറായി പഞ്ചായത്ത് തയ്യാറാകാതിരുന്നപ്പോ വികാരം കൊള്ളാതിരുന്നത്? എന്റെ ആ ലൈറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് നിങ്ങൾ ഒരു സമരം നടത്താതിരുന്നത്? അപകടമുണ്ടാവില്ലേ? വെളിച്ചം വേണ്ടേ? ഇതാണ് മാറായി പഞ്ചായത്തിന്റെയും ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും രാഷ്ട്രീയം എന്നത് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഏതിനാ നമ്മളിവിടെ വികസനത്തിന്റെ രാഷ്ട്രീയം കാണിച്ചത്? ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ഇവിടുത്തെ കടക്കോടി കമ്മിറ്റിയും ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും പറയുമ്പോ അതിനനുകൂലമായി നിന്നു. തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാണ്, അല്ലേ? കുറ്റിയടിക്കൽ തുടങ്ങി 13 കിലോമീറ്റർ ഞാൻ തന്നെ നടന്നു, നേരിട്ട് എല്ലാവരെയും കണ്ടു, എല്ലാവരുമായി ചർച്ച ചെയ്തു. ചൂട്ടാട് ഭാഗത്തൂടെ റോഡ് കടന്നു പോകും, വലിയ ബുദ്ധിമുട്ടാണ്. റൂട്ടൊന്ന് മാറ്റിത്തരണം, പുതിയ പാലുണ്ടാക്കണം. രാഷ്ട്രീയം കളിച്ചോ? ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നു ഉൾക്കൊണ്ടില്ലേ? പുതിയ പാലത്തിന് അലൈൻമെന്റ് അംഗീകരിച്ചു കൊടുത്തില്ലേ? എവിടെയാ നമ്മളിവിടെ ഒന്ന് രാഷ്ട്രീയം കളിച്ചത്? വികസനത്തിന് എന്ത് രാഷ്ട്രീയമുള്ളത്? പുലിമുട്ട് 28 കോടി, കടൽഭിത്തി 16 കോടി, കല്ലുമായ ഹാച്ചറി 5 കോടി, ഫിഷ് ലാൻഡിംഗ് സെന്റർ 5 കോടി, തീരദേശ ഹൈവേ ജനങ്ങൾ ആഗ്രഹിച്ച അലൈൻമെന്റിലൂടെ തന്നെ ഈ പ്രദേശത്തോടുകൂടി കടന്നു പോകുന്നു. നേരത്തെ ആശുപത്രിയുടെ കാര്യം രാജേഷ് പറഞ്ഞു, ഇവിടുത്തെ ഗ്രൗണ്ടിന്റെ കാര്യം പറഞ്ഞു. ഇത്രയും വികസനം കോടികളുടെ
കൂട്ടിനോക്കിയാൽ മതി. എത്ര കോടി രൂപയാണ് രാജേഷാട്ടൻ എം എൽ എ ആയിരിക്കുമ്പോഴും അതിന്റെ തുടർച്ച എന്ന രീതിയിൽ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴും ഈ പുതിയങ്ങാടി പ്രദേശത്ത് മാത്രം നടപ്പിലാക്കിയത് എന്ന് നോക്കിയാൽ അവിടെ ഒരു രാഷ്ട്രീയവും നാം ആരും കണ്ടിട്ടില്ല. ഒരു രാഷ്ട്രീയവും കണ്ടിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തെ, ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുക എന്നത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ 10 വർഷം ടി വി രാജേഷേട്ടനും അദ്ദേഹം കാണിച്ചു തന്ന അതേ മാർഗത്തിലൂടെ ഈ 4 വർഷം എം എൽ എ എന്ന രീതിയിൽ 4 വർഷക്കാലം എം എൽ എ എന്ന രീതിയിൽ ഞാനും നിർവഹിച്ചു പോകുന്നത്. ഇതെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. നേരത്തെ രാജേഷേട്ടൻ ചോദിക്കില്ലേ, എന്താ ഇവിടുത്തെ ലീഗ് പുതിയങ്ങാടി നടത്തിയ വികസനം? അതെ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ മനുഷ്യന്റെ പക്ഷത്ത് എന്നും നിൽക്കുന്നവരാണ്. ആ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ അവന്റെ ജാതിയോ മതമോ ഒന്നും ആരും നോക്കാറില്ല. അതാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ പഠിപ്പിച്ചത്. അത് നോക്കിയിട്ട് തന്നെയാണ് വികസനത്തിന് രാഷ്ട്രീയമില്ലാതെ ഇടപെട്ടത്. ഇത്രയും കോടി ഇവിടുത്തെ പഞ്ചായത്ത് നടത്തിയ ഓടി മന്ത്രി എന്താ വികസനം? ദീർഘകാലമായല്ലോ നാളെ ലീഗാണ് ഭരിക്കുന്നത്. ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഈ പുതിയങ്ങാടിയുടെ വികസനം നിങ്ങളൊന്ന് പറ. ഇവിടുത്തെ എം പി 6 വർഷമായല്ലോ. എം പി പുതിയങ്ങാടിയിൽ നടത്തിയ വികസനം ഒന്ന് നിങ്ങൾ ഇതുപോലെ വെറുതെ വെച്ചോ എന്നെ കാണിച്ചത്? ഇതെല്ലാം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെ, ദൗർഭാഗ്യകരമായ സംഭവത്തെ, വേദനാജനകമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ചിലരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനും ചിലർക്കെങ്കിലും ഇവിടെ സാധിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം, എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാനും എല്ലാവരെയും എല്ലാ കാലത്തേക്കും മണ്ടന്മാരായി തങ്ങളുടെ രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ കുറ്റം മുന്നോട്ട് പോകരുത്. ജനങ്ങളുടെ കോടതിയിൽ അവർ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായും പുതിയങ്ങാടിയിലെ പ്രബുദ്ധരായ ജനതയ്ക്ക്, പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ലീഗുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയേറെ വികസനം